നമ്മളെല്ലാം വളരെ വിജിലന്റ് ആയിരിക്കണം. ഭാഗ്യവും ഭാഗ്യക്കേടും, ഭാഗ്യം തെക്കും ഭാഗ്യക്കേട് വടക്കുമല്ല. ഭാഗ്യം പോകുന്നതിന്റെ തൊട്ട അയൽവാസിയാ ഭാഗ്യക്കേടും. രണ്ടും ചേട്ടാനിയും ഒരേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാഗ്യത്തിന്റെ മുകളിൽ ഭാഗ്യക്കേട് കയറി നമ്മളെ ഇല്ലാതാക്കും. മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തിൽ കണ്ണി പോലെ പതുക്കെ പതുക്കെ അതിനെ ഇല്ലാതാക്കും. ചില നല്ല കാര്യം അടുത്തു വരുമ്പോൾ സിംഹത്തെ പോലെ ചിലത് ചാടി വീഴാതിരിക്കാൻ, അങ്ങനെ ചാടി വീണാലും അതിനെ മറികടന്ന് അപ്പുറം പോണെങ്കിൽ മാവിന്റെ ശക്തി പോരാ, ആരോഗ്യത്തിന്റെ ശക്തി പോരാ, ദൈവം തരുന്ന ശക്തി വേണം. ദൈവത്തിന്റെ വലിയ കൃപയാലാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ നിൽക്കുന്നത്. കണ്ണുകളടച്ച കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ എന്ന് പറഞ്ഞേ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഈ പാട്ടിന്റെ വരികൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്നലെ പറഞ്ഞൊരു വാക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നവരുടെ മുമ്പിലെത്തിക്കാൻ ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ മുമ്പിലെത്തിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണിത്. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദിവസമാണ്. അതെല്ലാവരും ഒന്ന് വിശ്വസിക്കാമോ? ദൂരെ നിന്ന് വന്നിട്ടുള്ളവർ, സമീപത്തുള്ളവർ, ഞങ്ങളുടെ നല്ലവരായ നാട്ടിലുള്ളവർ, അയൽവാസികളായ പ്രിയപ്പെട്ടവർ, സകലരെയും യേശുവേ നിന്റെ ബലമുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ ശക്തിയല്ല, ഞങ്ങളുടെ ബുദ്ധിയല്ല, വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠതയല്ല, പുണ്യങ്ങളുടെ ഗുണമല്ല, ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിന്റെ യോഗ്യത കൊണ്ടാണ്. കർത്താവേ, വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ പാടുവാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും. എല്ലാവരും ചേർന്നൊന്ന് പാടിയേ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ശബ്ദം ഉയർത്തി പറഞ്ഞേ. നീ എന്നെ സ്നേഹിപ്പാൻ
ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാ, എൻ ഗൃഹം എന്തുള്ളൂ. ഒരിക്കൽ കൂടി കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് എനിക്ക് സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന നിയോഗത്തെ അതിപ്പോൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമോ? എനിക്ക് ആ കാര്യമൊന്നും നടന്ന് കിട്ടിയായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥനയോടെയാണ് ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ നിങ്ങൾ കാല് കുത്തിയത്. അല്ലെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ, ഇത്രയും സമയം മാറ്റിവെക്കാൻ നിങ്ങൾ ആരും തയ്യാറാകില്ലായിരുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം, എവിടെയാണോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുടെ ഒത്ത നടുവിലാണേലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം സർവശക്തനാണ്. എത്തனை നിന്നൈകൾ എത്തனை தேவைகள் എന சூழ நின்றாலும், പരിശുദ്ധാത്മാവേ, എത്രയോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതിനകത്തുണ്ട്. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് எத்தனை தேவர்கள் என்னை சூழ நின்றாலும் உம்மை பார்க்கிறேன். எத்தனை நின்னகள் எத்தனை தேவர்கள் என்னை சூழ நின்றாலும் உம்மை பார்க்கின்றேன். എന്താ പറഞ്ഞെന്നറിയാമോ? എത്രയോ നിന്നകൾ, എത്രയോ നിന്നകൾ, എത്രയോ തേവകൾ, എത്രയോ ആവശ്യങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ഞാൻ നിന്നെ മാത്രം നോക്കുന്നു. ബൈബിൾ പറയുന്നു, ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി. അവിടുത്തെ നോക്കിയ വ്യക്തികൾ, കുടുംബങ്ങൾ ഇരുട്ടിലായി പോയി എന്നല്ല, പ്രകാശിതരായി എന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, എത്തனை നിന്നകൾ എത്തனை தேவகள் என்னை சூழ நின்றாலும் உம்மை பார்க்கின்றேன் എന്ന് പറയേ. എത്തனை നിന്നകൾ എത്തனை தேவகள் என்னை சூழ நின்றாலும் ഉമ്മെ പാർക്കിன்றேன். രണ്ടു കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകളടച്ച് എനിക്ക് സാധിച്ചു കിട്ടണം, എൻ്റെ ജീവിതത്തിൽ ഈ വിഷയത്തിനകത്ത് എനിക്കൊരു അത്ഭുതത്തെ കാണാൻ കഴിയണം. ഈ വിഷയത്തെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ ജനം ഈ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും വലിയ വലിയ റിസ്ക് എടുത്തിട്ടാണ്, വളരെ കഷ്ടപ്പാട് സഹിച്ചാണ് ഈ സ്ഥലത്ത് വന്നു ചേർന്നിട്ടുള്ളത്. ആ കഷ്ടപ്പാട് അങ്ങ് കാണാതെ പോകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയോ ദൂരെ നിന്ന്, എത്രയോ അകലെ നിന്ന്, എത്രയോ ത്യാഗം സഹിച്ച് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള ഈ ജനത്തിന്റെ കഷ്ടപ്പാടുകൾ അങ്ങ് കാണാതെ പോകരുത്. കർത്താവേ, ഈ ജനത്തിന്റെ വേദനകൾ അങ്ങ് കാണാതെ പോകരുത്. ഈ ജനത്തിന്റെ കണ്ണുനീർ അങ്ങ് കാണാതെ പോകരുത്. ഈ ജനത്തിന്റെ ആവശ്യങ്ങൾ അങ്ങ് തള്ളിക്കളയരുത്. ഇതൊരുപാട് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. കരങ്ങളെ ഉയർത്തി സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു. നീ എന്നെ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്കിരിക്കാം. ഹല്ലേലൂയ. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്.
ഈ സമീപത്തുള്ളവർ, അകലെ നിന്ന് വന്നിട്ടുള്ളവർ ഒക്കെയും ഇതിനകത്തുണ്ട്. ഇരിക്കാൻ ഒട്ടും സ്ഥലമില്ലാത്തൊരു സാഹചര്യമുണ്ട്. നല്ല ചൂടുണ്ട്, പരവേശമുണ്ട്. പക്ഷെ ഇതെല്ലാം സഹിച്ച് ത്യാഗത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ഈ ജനത്തിൻ്റെ കണ്ണുനീരും കഷ്ടപ്പാടും ത്യാഗവും അങ്ങ് കാണാതെ പോകരുതേ ദൈവമേ. ചില അമ്മമാർ അവരുടെ കൈക്കുഞ്ഞുങ്ങളോട് കൂടെ വന്നിട്ടുള്ളവരുണ്ട്. ഇന്നലെയും ഉണ്ടായിരുന്നു. കിടക്കാൻ ഒരു സ്ഥലമോ ഒരു കട്ടിലോ പോലും ഇല്ലെങ്കിൽ പോലും ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് അവർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു, ഈ സഹോദരിയുടെ കഷ്ടപ്പാട്, എന്തോ ഒരു സങ്കടം ഉള്ളതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നത്. ആ കണ്ണുനീര് കാണാതെ പോകരുത് കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുവാനുള്ള യോഗ്യത ഉണ്ടായിട്ടല്ല, അതൊരു നിയോഗമാണ്. ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അത്ര വലിയ കുടുംബ പാരമ്പര്യമോ മഹിമയോ ഒന്നും അവകാശപ്പെടാനില്ല. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ വചനവുമായി നിർത്തുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് ഞാൻ എപ്പോഴും നന്ദി പറയാറുണ്ട്. അതുകൊണ്ടാണ് മുമ്പേ പാടിയ പാട്ട് പ്ലാൻ ചെയ്തു വന്ന് പാടിയതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ആ പാട്ട് എഴുതിയിരിക്കുന്ന ആരാന്നറിയത്തില്ല. പക്ഷെ ആ പാട്ട് എഴുതിയാൽ ജീവിതത്തിൽ നിന്ന് എഴുതിയാന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ആ വാക്കുകൾ ലഭിക്കത്തില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. അപ്പൊ അങ്ങനെ ഒരു ദൈവമുണ്ട്. എങ്ങനെ ഒരു ദൈവം? ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ പാട്ട് അതാ പാടിയത്. അത് അറിഞ്ഞുകൊണ്ട് ഇന്ന് പാടാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് വന്ന് പാടിയതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന്. ഇത് പാടുമ്പോൾ, ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതമാണ്, എൻ്റെ കഴിഞ്ഞ കാല കാര്യങ്ങളാണ് ഞാൻ ഓർമ്മിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ ഞാൻ പാടും. ഹല്ലേലൂയ. ഒറ്റ പ്രാവശ്യം ഒന്ന് പറയാമോ അത്? ഒന്നുമില്ലായ്മയിൽ, സത്യമല്ലേ, നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും. ഇങ്ങനെ ഒരു നല്ല പാട്ടൊക്കെ പാടാൻ, ഒരു സാക്ഷ്യമായി പാടാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെയും പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ളവരായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഒരാൾ ആലപ്പുഴയിലുള്ള കൃപാസനത്തിൻ്റെ കുറേ സാക്ഷ്യപത്രം അവർ ഇവിടെ വന്ന് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളിലെ ഒരു ശുശ്രൂഷകൻ പറഞ്ഞു, ഇവിടെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് വേറൊരു വഴിയിലൂടെ ഞാൻ അറിഞ്ഞു. അതെനിക്ക് വലിയ ദുഃഖമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലപ്പുഴയിലെ കൃപാസനത്തെ പ്രാർത്ഥിക്കാൻ പോയി അവിടെ ഒരു നേർച്ചയോടെ ചില സാക്ഷ്യപത്രമൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നേർച്ചയായിട്ട് ഇവിടെ കൊടുക്കാം. അനേക ആളുകൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുന്ന ഒരു പുണ്യപ്പെട്ട സ്ഥലമാണത്. അത് അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു സ്ഥലമാണ്. അതിനോടെ അസൂയയോടെയോ വിഷമത്തോടെയോ അല്ല കാണുന്നത്, ആരാധനാ മനോഭാവത്തോടെയാണ് കാണുന്നത്. ഏത് പ്രാർത്ഥനാലയവും ദൈവത്തെ ആരാധിക്കുന്ന ഏത് സ്ഥലവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഇന്ന സ്ഥലത്തെ പോകാവൂ, ഇന്ന സ്ഥലത്തെ പ്രാർത്ഥിക്കാവൂ, ഇന്ന പ്രാർത്ഥനയെ ചെല്ലാവൂ, അങ്ങനെയില്ല. അങ്ങനെയുള്ള അസൂയയോ സ്വാർത്ഥതയോ ഞങ്ങൾക്കില്ല. എവിടെയായാലും ഒരാഗ്രഹമുണ്ട്, ആ ജനം ആ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കപ്പെടണം. അവർ ദൈവത്തെ അറിയണം, ദൈവവചനം എന്താണെന്ന് അറിയണം. ഹല്ലേലൂയ. ഇന്നലെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിരുന്നു. ആ വാക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വാക്കാണ്.
അത് ഇന്ന് ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ശ്രദ്ധയിൽ മാത്രം അത് കൊണ്ടുവരുവാണ്. അതായത് ഞാനും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ കാര്യം ഒരിക്കലും ആരോടും പറയില്ല. ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെ നിങ്ങൾ ആ വ്യക്തിക്ക് ഓർമ്മപ്പെടുത്തരുത്. മനസ്സിലായോ? ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തരുത്. ചിലപ്പോൾ അവർ നമ്മളോട് പറയും, സുഹൃത്തെ, ഞാൻ കുറേ നാളുകൊണ്ട് ഇതെല്ലാം ഒന്നും മറക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും നിങ്ങളത് ഓർമ്മപ്പെടുത്തിയല്ലോ, കഷ്ടമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉണ്ട്, ചിലതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്നതാ. പതുക്കെ പതുക്കെ നമ്മൾ തന്നെ അത് മറക്കുമാ. ചിലർ പറയില്ല, എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടായ കുറേ തിക്താനുഭവങ്ങൾ ഞാൻ മറക്കാൻ ശ്രമിക്കുവാണ്. അപ്പോഴാണ് ചിലർ അതിനെക്കുറിച്ച് കുത്തി കുത്തി ഓർമ്മപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരോടും പറയാം, ആരെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നൊരു കാര്യത്തെ പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും ഒരിക്കലും ആ വ്യക്തിക്ക് വീണ്ടും ഒരു മുറിവുണ്ടാകത്തക്ക വിധം ഓർമ്മപ്പെടുത്തി അയാളുടെ ഓർമ്മയിൽ അത് കൊണ്ടുവരരുത്. അയാൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരാൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അധികമായി മദ്യപിച്ച ഒരു മുഖവുമായി ഞാൻ കണ്ടു. അയാൾ അങ്ങനെ മദ്യപിച്ച് കാണുന്ന ഒരാളല്ല, പക്ഷെ അയാളുടെ മുഖത്തെ കളറും ഒക്കെ മാറി, കണ്ണിനൊക്കെ ചെറിയ മാറ്റമുണ്ട്. നിങ്ങൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ ഭാര്യ. ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ മറക്കാൻ ആഗ്രഹിച്ച് ഒരുപാട് നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മറക്കാൻ. അത് കുത്തി 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 പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അതാ ഞാൻ പോയി കുടിച്ചത്. ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ നമ്മളായിട്ട് ഓർമ്മപ്പെടുത്താൻ നിൽക്കരുത്. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അവരെക്കുറിച്ച് എന്നെക്കുറിച്ചൊക്കെ നിങ്ങൾക്കും എനിക്ക് നിങ്ങളെക്കുറിച്ചും ചിലതൊക്കെ അറിയാം. ഞാൻ ഉദാഹരണം പറയുവാണ്. ഒരാളെക്കുറിച്ച് അറിയാം, അയാളുടെ ഭർത്താവ്, ആ സഹോദരിയുടെ ഭർത്താവ് സ്നേഹത്തിലല്ല, ഇച്ചിരി വിട്ടാ നിൽക്കുന്നതെന്ന് അറിയാം, നന്നായിട്ടറിയാം. പക്ഷെ എന്നാലും ചോദിക്കുക, ഭർത്താവിന് എന്നാ ഉണ്ട് വിശേഷം? ഭർത്താവ് വിളിച്ചായിരുന്നോ? ശരിക്കും അറിയാൻ വിളിച്ചിട്ടില്ലെന്ന്, പക്ഷെ എന്നാലും ഒരു കുത്ത്, ഒരു സന്തോഷം. ചില കാര്യങ്ങൾ ചിലർ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയോ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ആ പഴയ സങ്കടമൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടും, അതങ്ങ് പോട്ടെ എന്നാ ചിന്തിക്കുന്നത്. ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ കുറേ നാളായല്ലോ പള്ളിയിലൊക്കെ പോയിട്ട്. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പള്ളിയിൽ പോകുമ്പോൾ ചില ആളുകൾ ഓരോന്നോരോന്ന് ചോദിക്കും, പിന്നെ അതെല്ലാം ഭയങ്കര സങ്കടം, അതുകൊണ്ട് ഞാനിപ്പോൾ പോകാറില്ല. കണ്ടോ, ചിലർ ആരാധിക്കാൻ പോലും പേടിച്ചിട്ട് പോകുന്നില്ല. ചിലരൊക്കെ ചിലത് ചോദിക്കുമെന്ന്. വേറൊരാൾ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു കാര്യത്തെ വീണ്ടും ചോദിക്കാൻ പോവല്ലേ. ഒരാൾക്ക് ഇഷ്ടമല്ല ഇന്ന കാര്യം ചോദിക്കുന്നത്, നമ്മളത് പറയാൻ പോകരുത്, ചോദിക്കാൻ പോകല്ല്. ഒരാൾ മറക്കാൻ ശ്രമിക്കുന്നതിനെ ആ സമയം നമ്മളായിട്ട് അത് ഓർമ്മപ്പെടുത്തരുത്. അതൊരു പുണ്യമാണ്. പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു നല്ല വചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം. എന്നാൽ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്, അതൊന്ന് വായിക്കുവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ അവസാനമാണ്. ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈ വീഞ്ഞിന്റെ ഇപ്പുറത്തൊരു ചെറിയ ഒരു 2 അക്ഷരമുണ്ട്. എന്നതാ? നല്ല. അവിടെ എഴുതിയിരിക്കുവാണ്, നീ നല്ല വീഞ്ഞ് ഇതുവരെ ഇത്രയും നേരമായി സൂക്ഷിച്ചു വച്ചിരിക്കുവായിരുന്നല്ലോ. നല്ലത്, നല്ലത്. ഒന്ന് വിശ്വസിച്ചേ, എനിക്കൊരു നല്ല ജീവിതം ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ആമേൻ. എനിക്കുള്ളൊരു നല്ല ശുശ്രൂഷ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നു. എനിക്കുള്ളൊരു നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷം ദൈവം എനിക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചോദിക്കുവാണ് യേശു, അവരോട് പറയുവാണ്, നീ നല്ല വീഞ്ഞ്. നല്ല എന്നൊരു വാക്കുണ്ട് കേട്ടോ. നീ വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചായിരുന്നല്ലേ എന്നല്ല, അതിനൊരു അഡ്ജക്റ്റീവ് ഉണ്ട്. നീ നല്ല വീഞ്ഞ്. ദൈവം നമുക്ക് തരുന്നതൊക്കെ എന്തായിരിക്കും? നല്ലത്. നല്ല വീട്,
നല്ല ആരോഗ്യം, നല്ല സമാധാനമുള്ള അന്തരീക്ഷം, നല്ല മക്കൾ, നല്ല ജോലി, നല്ല ഭാവി, എല്ലാം നല്ലതായിരിക്കും ദൈവം നൽകുന്നത്. നല്ലതു തരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മുമ്പിലാ ഈ ത്യാഗം സഹിച്ചിരിക്കുന്നതും നിൽക്കുന്നതും പ്രാർത്ഥന കേൾക്കുന്നതും. നല്ലത് നല്ലത് ആദ്യമല്ല വിളമ്പിയത്, നല്ലത് ദൈവം സൂക്ഷിച്ചു വെച്ചു എന്ന് എനിക്കിത് ഒത്തിരി വിശ്വാസമാണ്. നിങ്ങൾക്കുള്ള ചില നന്മകൾ ദൈവം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇതെവിടെയാ ഈ സംഭവം നടന്നെന്നറിയാമോ? നിങ്ങൾക്കറിയാം, ഇതൊരു വീട്ടിൽ നടന്ന അത്ഭുതമാണ്. ഒരു കല്യാണ വീട്ടിൽ നടന്ന കാര്യമാണ്. ഒരു കല്യാണം നടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷെ അവിടെ വീഞ്ഞു തീർന്നുപോയി. മറിയം ചെന്ന് യേശുവിനോട് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല. അടുത്ത വാക്കെന്നറിയാമോ? അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവിടെ പറഞ്ഞു, കൽഭരണികൾ കൊണ്ടുപോയി വയ്ക്ക്, വെള്ളം കോരി നിറയ്ക്ക്, അത് എല്ലാവർക്കും വിളമ്പ്. ആ വീട്ടിൽ മുഴങ്ങിയത് യേശുവിൻ്റെ ശബ്ദമാണ്. യേശുവിൻ്റെ ശബ്ദം മുഴങ്ങിയ വീട്ടിലാണ് നല്ല വീഞ്ഞ് അത്ഭുതമായി വന്നത്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വാക്കുകളാണ്. നിങ്ങളിൽ മുഴങ്ങുന്നത് ദൈവത്തിന്റെ വചനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നല്ല ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ആദ്യം ഒന്ന് വിശ്വാസത്തിൽ പറ, എൻ്റെ ജീവിതത്തിൽ നല്ലത് വരും. ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് നല്ലത് വരും. എന്റെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകും. എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഐശ്വര്യം ഉണ്ടാകും. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ, നീ നല്ല വീഞ്ഞ്. നല്ല വീഞ്ഞ്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർ നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരില്ലേ? നല്ല മക്കൾ ആയി വരാൻ ആഗ്രഹിക്കുന്നവരില്ലേ? എനിക്കൊരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ, നല്ല എന്ന ഒരു വാക്ക് അതിന് ഇപ്പുറത്ത് ചേർക്കാറില്ലേ? എനിക്കൊരു നല്ല ജോലി കിട്ടിയായിരുന്നെങ്കിൽ, എനിക്കൊരു നല്ല ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു നല്ലൊരു ഭർത്താവിനെ ലഭിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു നല്ല ഭാര്യയെ ലഭിച്ചിരുന്നെങ്കിൽ, ഞാൻ പറയാം എനിക്കൊരു നല്ല ശുശ്രൂഷ കിട്ടിയായിരുന്നെങ്കിൽ, എനിക്ക് നന്നായിട്ട് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ നല്ലതൊക്കെ ആരാ? ഇതിനു മുമ്പ് കൊടുത്ത വീഞ്ഞെന്താ? കൊള്ളാത്ത വീഞ്ഞാണോ? അല്ല, നല്ലതാ, അതും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് രുചിച്ച് നോക്കിയവർ പറയുവാണ്, നീ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വച്ചുവല്ലോ. ദൈവത്തിന്റെ വാക്ക് മുഴങ്ങിയ വീട്ടിലാണ് ദൈവം ഏറ്റവും നല്ലതിനെ കൊടുത്തത്. നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ഒത്തിരി പേർ മാതാപിതാക്കളാണ്, ചിലർ യുവതി യുവാക്കളാണ്, ചിലർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങളൊന്ന് വിശ്വാസത്തെ നിങ്ങളെ നോക്കി പറയാം, നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ വരും. ദൈവത്തിന്റെ നാമത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുവാണ്, വിശ്വാസത്തോടെ പറയുവാണ്, നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ വരും. നല്ലത് വരും. ഇന്നിങ്ങനെ പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ ആരും പറയരുത്, നല്ലതൊന്നും വരാൻ സാധ്യതയില്ല, നല്ലതൊക്കെ പോയി ഞാനൊരു ഭാഗ്യദോഷമുള്ള ആളാ പറയരുത്. എത്രയായാലും അവനവനോട് തന്നെ പറയണം, നല്ലത് ദൈവം എനിക്ക് തരും. നല്ലൊരു അനുഗ്രഹം എനിക്ക് ദൈവം തരാതിരിക്കത്തില്ല. നല്ലൊരു ജോലി എനിക്ക് തരും, നല്ല വിദ്യാഭ്യാസം എനിക്ക് തരും, ആ രാജ്യത്ത് എനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ എനിക്ക് പറ്റും. നല്ലത്, നല്ല വീഞ്ഞ്, നല്ല വീട്, നല്ല കുടുംബം, നല്ല തലമുറ, അതൊരു ദൈവം എനിക്ക് തരും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഈ മിനിറ്റിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഒത്തിരി നന്മകൾ, ഏതൊക്കെ നല്ല അനുഗ്രഹമാണ് ജീവിതത്തിൽ വരേണ്ടതെന്ന്. ഇതാ ഏതു വീട്ടിലായി അത്ഭുതം നടന്നതെന്നറിയാമോ? യേശുവിന്റെ സാന്നിധ്യമുള്ള വീട്ടിലാണ് ഈ അത്ഭുതം നടന്നത്. പ്രാർത്ഥനയുള്ള വീട്ടിലായി അത്ഭുതം നടന്നത്. ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിയ വീട്ടിലാണ് നല്ലത് വെളിപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട അമ്മയെ, പ്രിയപ്പെട്ട അപ്പച്ച, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങളിൽ നാളുകളിൽ വെളിപ്പെടാൻ പോകുന്നത് ഒരു നന്മയായിരിക്കും. നാളുകളിൽ വെളിപ്പെടാൻ പോകുന്നത് നല്ലൊരു സൗഖ്യമായിരിക്കും. നാളുകളിൽ ജീവിതത്തിൽ വരുന്ന നല്ലൊരു നന്മയായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് കേട്ട ഒരു വചനമാണ് നല്ല വീഞ്ഞ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ദേശത്ത് ഇന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ ഭാഗത്ത് രണ്ടുപേര് ഇരിപ്പുണ്ട്. ഒരാൾ ഒരു മലയാളിയാണ്, അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് വന്നതാണ്. ഒരാൾക്ക് മലയാളം ഒന്നും അറിയില്ല, അത് ജർമ്മൻ അല്ലേ, ഫ്രാൻസിൽ നിന്ന് വന്നതാണ്, ഫ്രാൻസുകാരനാണ്. ഫ്രാൻസ്, അദ്ദേഹത്തിന് മലയാളമേ ഒന്നും അറിയത്തില്ല. പക്ഷേ എങ്കിലും അവർ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മലയാളിയാണ്. ജർമ്മനിയിലല്ലേ നിങ്ങൾ രണ്ടുപേരും? ഫ്രാൻസിലാണ്. രണ്ടുപേരും ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ നിന്നാണ്
അവർ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും ഓർക്കും, എത്രയോ ദൂരെയുള്ള ഈ സ്ഥലത്ത്, അത്രയും ദൂരെയുള്ള ഫ്രാൻസ് എന്ന രാജ്യത്തിൽ നിന്ന് അവിടുത്തെ ഒരു പൗരൻ പോലും എത്ര നേരമായി ഇവർ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ പൊങ്ങച്ചം പറയുവല്ല, ആ രാജ്യത്തുള്ള ആളുകൾ പോലും ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ഈ കുഞ്ഞു സ്ഥലത്ത് നിന്ന് ഉയരുന്ന വചനം ശ്രദ്ധിക്കുന്നുണ്ട്. ആ രാജ്യത്തു നിന്നുള്ളവർ പോലും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഞങ്ങളുടെ തന്നെ സഭയിലെ ഒരു അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ജർമ്മനിയിലാണ്, ജർമ്മൻ ഒരു പള്ളിയിൽ അച്ഛനാണ്, പള്ളിയിലെ അച്ഛനാണ്, മലയാളിയാണ്, പക്ഷേ ജർമ്മൻ പള്ളിയിലെ ഒരു അച്ഛനാണ്. അപ്പം അച്ഛൻ പറയുകയാണ്, അച്ഛൻ്റെ ഇടവകയിലെ ജർമ്മൻകാരായ ആളുകൾ, അവിടെയുള്ള മലയാളികൾ അത് ജർമ്മൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത് കൊടുത്ത് ആ അച്ഛൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾ ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഞങ്ങൾക്കിത് മലയാളത്തിൽ നിന്ന് ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരണം. അപ്പോൾ അവിടെയുള്ള മലയാളികൾ ഇത് കേട്ടേച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് വാട്സപ്പിൽ വോയിസായി അയച്ചു കൊടുക്കും. നോക്കൂ, ഓരോ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ലാതെ ഒരു നന്മയും ലഭിക്കുന്നില്ലായിരുന്നെങ്കിൽ ഇതാരേലും കേൾക്കാൻ നിൽക്കുമോ? എന്തെങ്കിലും ഒരു നന്മയില്ലാതെ ഈ പ്രിയപ്പെട്ട ആളുകൾ ഇത്രയും സമയം നിലത്തിരിക്കുമോ? ഇത്രയും സമയം നിൽക്കുമോ? ഇത് ഈ വചനം വിശ്വസിക്കുന്ന സത്യമാണ്. ഈ വചനം മുഴങ്ങുന്നിടത്ത് ഒരു നന്മ വെളിപ്പെട്ടു വരും, ഒരു നന്മ അവിടെ ഉണ്ടായി വരും. അതാ കല്യാണ വീട്ടിൽ വന്നവർ ചോദിക്കുക, നീ നല്ല വീഞ്ഞ് ഇത്രയും നാള് സൂക്ഷിച്ചു വച്ചല്ലോ. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. ചില കാര്യങ്ങൾ പറയാൻ വാക്കുകളില്ല. ചില കാര്യങ്ങൾ വാക്കുകൾക്ക് അപ്പുറമാണ് ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ. പക്ഷെ ആ കല്യാണ വീട്ടിൽ വചനം മുഴങ്ങിയപ്പോൾ അത്ഭുതം നടക്കാനുള്ള വലിയ ശുശ്രൂഷകളൊന്നും നടന്നില്ല. ഒറ്റ കാര്യം നടന്നുള്ളൂ, അവൻ പറയുന്നത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു, വെള്ളം കോരാൻ പറഞ്ഞു, കൽഭരണികളിൽ നിറയ്ക്കാൻ പറഞ്ഞു, അത് വിളമ്പാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അതൊരു നിയോഗമല്ലേ? യേശുവിന് ആ വെള്ളം മുഴുവൻ വീഞ്ഞാക്കിക്കൂടായിരുന്നോ? പക്ഷെ യേശു അവരോട് പറയുക, വെള്ളം കോരുക, അത് വക്കോളം നിറയ്ക്കുക, അത് പകർന്ന് കൊണ്ടുപോയി വിളമ്പുക. ഇതൊക്കെ മനുഷ്യരെ കൊണ്ടാ ചെയ്യിച്ചത്. നമ്മളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പല നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ചിലർ പറയും കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നു, ചിലർ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു, കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. കുറച്ചു മുമ്പേ നമ്മളുടെ ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരാൾ ഒരു ഫോട്ടോ അയച്ചിട്ട് പറഞ്ഞു, അച്ചോ എന്താ ചെയ്യേണ്ടത്? ഒരാൾ ആ താഴെയുള്ള ആ വഴി തൊട്ട് ഒരാൾ മുട്ടയെ വലിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഞാൻ ഫോട്ടോ ഇടുന്നുണ്ട്. ഞങ്ങൾ 2 പ്രാവശ്യം ചെന്ന് ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവരൊരു നേർച്ച പോലെ ചെയ്യുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അവർക്കറിയാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചില നന്മകൾ വെളിപ്പെടുമെന്ന്. ഒരു നിയോഗത്തോടെ ഒരു കിണറ്റിന്ന് കുറച്ച് വെള്ളം കോരി ഇപ്പുറത്തെ പാത്രത്തിൽ അത് നല്ല വീഞ്ഞായി മാറിയെങ്കിൽ, നമ്മൾ ഈ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ വെളിപ്പെടുന്നത് ഒരു നന്മയായിരിക്കും, ഒരനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗമാണ്, ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു വാക്യമാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. നന്മ വെളിപ്പെടുമെന്ന് നിങ്ങളോട് ശ്രദ്ധിച്ചു പറയാം. നന്മ വെളിപ്പെടും, ഒരു നന്മ ഉണ്ടാകും. 17-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഈ സ്ഥലത്തെ യഹൂദർ തെസലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വാക്കാണ്, എഴുതിയിരിക്കുവാണ്, ഈ സ്ഥലത്ത് താമസിക്കുന്ന യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. അപ്പോൾ ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് അവർ മാന്യന്മാരായത്? എങ്ങനെയാണ് അവർ മിടുക്കന്മാരായത്? അപ്പോൾ ഒരു ചോദ്യം ചോദിക്കണമല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം പോരല്ലോ, അതിന് റീസൺ വേണം. ഒന്നും കൂടെ വായിക്കാം. ആ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. അപ്പോൾ മാന്യന്മാരും മിടുക്കരുമാണ് കാരണം എഴുതിയിട്ടുണ്ട്. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അപ്പൊ അതാണ് കാരണം. അതീവ താല്പര്യത്തോടെ ദൈവവചനം സ്വീകരിച്ചവർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായി തീർന്നു, അനുഗ്രഹമുള്ളവരായി മാറി. ഒരുപക്ഷെ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പുറത്തുള്ളവർ ചിലപ്പോൾ കളിയാക്കുന്നുണ്ടാകും, ചിലപ്പോൾ പറഞ്ഞു ചിരിക്കുന്നുണ്ടാവും. അവരത്രയും ദൂരെ പ്രാർത്ഥനയ്ക്ക് പോകുവാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നവരും വചനം സ്വീകരിക്കുന്നവരും പലരെക്കാളും അനുഗ്രഹമുള്ളവരായി മുന്നിലെത്തും. നമ്മുടെ വാക്യം ശ്രദ്ധിച്ചേ.
ഈ സ്ഥലത്തെ യഹൂദര് തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഭയങ്കര മിടുക്കരായിരുന്നു. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ, നല്ലൊരു നിലയിൽ എത്താൻ ആഗ്രഹമുണ്ടോ? നിങ്ങളെ ഉയർത്തുന്നത് ദൈവത്തിന്റെ കരമാണ്. ആ നന്മ നിങ്ങളിൽ എത്തിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒന്നും കൂടി ഒന്ന് പറയട്ടെ, പതുക്കെ, ഒരു പ്രഭാഷണമല്ലാതെ പറയാം. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ ഭയങ്കര കഴിവുള്ളവരും മാന്യന്മാരുമായി, ഭയങ്കര മിടുക്കരായി മാറി. താഴെ എഴുതിയിരിക്കും അതിന്റെ കാരണം. ഇവർ അതീവ താല്പര്യം, അങ്ങനെ മിടുക്കരാകാൻ കാരണം ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. കാനായിലെ കല്യാണ വീട്ടിൽ ഒരത്ഭുതം നടക്കുന്നതിനും ആ വീട്ടിൽ മുഴങ്ങിയത് ദൈവത്തിന്റെ വചനമാണ്. അത് ചെന്നെത്തിച്ചത് നല്ല വീഞ്ഞ വീട്ടിൽ വെളിപ്പെടാൻ കാരണമായി. ഇതാ യഹൂദർ അതീവ മിടുക്കരായി മാറി, ബഹുമാന്യന്മാരായി മാറി. കാരണം എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തിന്റെ വചനത്തെ അതീവ താല്പര്യത്തോടെ സ്വീകരിച്ചു. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്ക് എഴുതിയിരിക്കുവാണ്, അവർ പറഞ്ഞത്. അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യമാ. അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തു. അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ, ദൈവത്തിന്റെ വചനം അനുദിനം. ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം സത്യമാണോ, ഇത് ശരിയാണോ എന്നറിയാൻ ആ യഹൂദർ വചനം ഇങ്ങനെ നോക്കി പരിശോധിക്കുവായിരുന്നു. അതാണ് തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ അവർ മാന്യന്മാരായി തീരാൻ കാരണം. നിങ്ങളൊരു പ്രസംഗം കേൾക്കുമ്പോൾ, നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ, നിങ്ങളുടെ വീടുകളിലിരുന്ന് കേൾക്കുമ്പോൾ, ഒരുപാട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലാതെയാണ് കേൾക്കുന്നെങ്കിൽ ഈ വചനം എടുത്ത് നോക്കണം. ഇത് സത്യമാണോ? ഇതിനകത്ത് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ? ഈ പുള്ളി ചുമ്മാ പറയുന്നതാണോ? ഇത് ഞാൻ ഇന്ന് വരെ വായിച്ചിട്ടില്ലല്ലോ ഈ വചനം. നിങ്ങൾ അങ്ങനെ വചനം എടുത്ത് പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബം എല്ലാവരുടെയും പുറകിലായി പോകും, തകർന്നു പോകുന്നല്ല, നിങ്ങൾ പലരെക്കാളും മുമ്പിലെത്തുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ചത് കൊണ്ടും ഒരു കാലത്ത് എഴുതിയത് കൊണ്ടും പഠിച്ചത് കൊണ്ടുമല്ലേ ഈ ജനത്തിന്റെ മുമ്പിൽ എനിക്ക് മാന്യതയോടെ നിൽക്കാൻ കഴിയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നല്ല പേര് കേട്ട കുടുംബത്തിലെ ഒരാളല്ല ഞാൻ എപ്പോഴും എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു വക്ക് പൊട്ടിയ പാത്രം എന്നാണ് ഞാൻ എന്നെ തന്നെ ചിന്തിക്കുന്നത്. വക്ക് പൊട്ടിയൊരു പാത്രം, കളറ് പോയൊരു പാത്രം, ചളുങ്ങിയ പാത്രം, എടുത്തു പറയത്തക്ക വ്യക്തിത്വ ശ്രേഷ്ഠതയോ കുടുംബ മഹിമയോ പാരമ്പര്യമോ അവകാശപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒന്നുമേ ഇല്ലാത്ത എനിക്ക് എന്നേക്കാൾ കഴിവുള്ളവരായ, അനുഗ്രഹമുള്ളവരായ നിങ്ങളുടെ മുമ്പിൽ 10 മിനിറ്റെങ്കിലും നിൽക്കാൻ കഴിയുന്നത് ഈ ദൈവവചനത്തെ ഒരു കാലത്ത് സ്വീകരിച്ചത് കൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വചനത്തെ സ്വീകരിക്കുന്നവരെ ദൈവം മാന്യന്മാരാക്കും. ഈ ദൈവവചനത്തെ സ്വീകരിക്കുന്നവരുടെ ജീവിതം നല്ലത് വെളിപ്പെടും. അതായത് വീണ്ടും എഴുതിയിരിക്കുക, കാനായിലെ കുടുംബത്തിൽ മാത്രമല്ല നന്മ വെളിപ്പെട്ടത് എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് എത്ര പ്രാവശ്യം വായിച്ചാലും പ്രസംഗിച്ചാലും ഇത് നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ഒന്നും കൂടെ ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ ഭയങ്കര മാന്യന്മാരായ, അവരെ കാണുമ്പോൾ എല്ലാവർക്കും ബഹുമാനം, ഭയങ്കര അത്ഭുതം. ഇവരെങ്ങനെയാണ് മാന്യന്മാരായെന്ന് എഴുതിയിട്ടുണ്ട്. അവർ അതീവ താല്പര്യത്തോടെ ദൈവവചനത്തെ സ്വീകരിച്ചു. പിന്നീടോ അവർ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വിശുദ്ധ ഗ്രന്ഥം അനുദിനം പരിശോധിക്കുകയും. അനുദിനം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലാണോ, മാസത്തിൽ ഒരിക്കലാണോ? അനുദിനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും. ഡെയിലി ബ്ലെസ്സിങ് അല്ല, എല്ലാ ദിവസവും വചനത്തെ പരിശോധിച്ചവർ ഗുണമില്ലാതായി എന്നല്ല, അവർ അനുഗ്രഹമുള്ളവരായി മാറി. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? യേശുവേ, ഒരു വാക്കുമതി എന്തിന് എന്റെ ജീവിതം നല്ലതായി മാറാൻ, എന്റെ ജീവിതം മാറിടുവാൻ. പിന്നെയോ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. ഒന്നുകൂടെ പറഞ്ഞു. നിന്റെ സന്നിധിയിൽ
ഇപ്പോൾ ഞാൻ വചനത്തിന് നിന്റെ മൊഴികൾക്കായി വാഞ്ചി. അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തോടെ പറയുന്നു, യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ ഒരു വാക്ക്, നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. ഒന്ന് കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കൂടി കേട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നിങ്ങളിൽ ഒരു നന്മയായി വെളിപ്പെടും. അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ എന്നോട് പ്രാർത്ഥന പറഞ്ഞു, എൻ്റെ മകൻ ഇന്ന രാജ്യത്താണ്, അവർക്ക് PR കിട്ടിയിട്ടില്ല, ശരിയായിട്ടില്ല. നിങ്ങൾ ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, അവരിൽ മറ്റൊരു നന്മ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. രണ്ടും പ്രസംഗമായി കേട്ട് മറക്കാനുള്ളതല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നാളുകളിൽ മാന്യന്മാരാക്കുന്നത് ദൈവവചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹമാണ്, നന്മയാണ്. ദൈവം ഒന്നും മറന്നു കളയില്ല. പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ആരാധിച്ച ആരാധനയും എടുത്ത ത്യാഗവും ചെലവാക്കിയ വണ്ടിക്കാശും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന് കയറിയതും മനുഷ്യൻ മറന്നാലും ദൈവമതം മറക്കില്ല. അതിന് കണക്ക് വച്ച് അനുഗ്രഹിക്കും. കണക്ക് വച്ച്. ഹല്ലേലൂയ. ഒരാളെ നോക്കിയിട്ട് പറഞ്ഞു, നീ പണ്ട് സഹിച്ച സഹനത്തിന്റെ അനുഗ്രഹമാണ് നിനക്കെന്ന്. അപ്പൊ അതെങ്ങനെ അയാൾ പറയുന്നത്? എന്നോട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ പറയുന്നത് നീ പണ്ട് സഹിച്ചതിന്റെ അനുഗ്രഹമാ. അപ്പോൾ ദൈവം എല്ലാത്തിനും കണക്ക് വെക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും ദൈവസന്നദ്ധിയിൽ വിലയുള്ളതാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു കാര്യം ഇന്ന് ദൈവവചനത്തോട് ചേർത്ത് വെച്ച് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നലെ സൂചിപ്പിച്ചെങ്കിലും ഒരിക്കൽ കൂടി നിങ്ങൾക്കത് പ്രയോജനം കിട്ടുന്നൊരു ഭാഗമായതുകൊണ്ട് ഒരിക്കൽ കൂടി അത് ശ്രദ്ധയോടെ പറയുവാൻ ആഗ്രഹിക്കുവാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തെ ദൈവം പരിചയപ്പെടുത്തുന്നു. ആ കുടുംബം ഒരു പ്രത്യേകതയുണ്ട്, സ്നേഹമുള്ള കുടുംബമാണ്. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഈ കുടുംബം ഒത്തൊരുമയുള്ള കുടുംബമാണ്, വഴക്കില്ലാത്ത കുടുംബമാണ്. വഴക്കുണ്ടാകാനാണേ 100 കാരണം ഉണ്ട് താനും, പക്ഷെ വഴക്കില്ല. വായിക്കുകയാണ്, അത് സാംസന്റെ വീടാണ്. ആ വീട്ടിലെ കുടുംബനാഥന്റെ പേര് മനോവ എന്നാണ്. മനോവ എന്ന ആളാണ്. അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ അയാൾ ദൈവഭക്തനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മനോവ അദ്ദേഹത്തിൻ്റെ ഭാര്യ, പക്ഷെ അവർക്ക് മക്കളില്ലായിരുന്നു. ദൈവം ഇടപെട്ട ഒരു അനുഗ്രഹം തരുന്ന ഒരു നന്മ വെളിപ്പെട്ട കാര്യമാണ് വായിക്കുന്നത്. 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഒന്ന് ശ്രദ്ധയോടെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കേട്ടാൽ നിങ്ങൾക്കതൊരു അനുഗ്രഹമായി അത് എവിടെയെങ്കിലും വെളിപ്പെടാതിരിക്കത്തില്ല. ശ്രദ്ധയോടെ കേൾക്കാം. സോറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. മനോവ എന്ന ഒരാളുണ്ടായിരുന്നു, ഒരു പുരുഷൻ, ഒരു കുടുംബനാഥൻ, കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരാൾ. അയാളുടെ പേര് മനോവ എന്നായിരുന്നു. അവന്റെ ഭാര്യ വന്യയായിരുന്നു, മക്കളില്ലായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. പക്ഷെ വഴക്കില്ല, തമ്മിത്തല്ലില്ല, കുറ്റപ്പെടുത്തലില്ല, ദേഷ്യമില്ല, ഇതൊന്നും എഴുതിയിട്ടില്ല. മക്കളില്ലായിരുന്നു എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത വാക്യം, കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഒരു കാര്യം കേട്ടോ, ഒരു അമ്മ ഒരു സ്ത്രീയോട് പറയുവാണ്, നിനക്കൊരു നന്മയുണ്ടാകും. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകും. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. അതാ പറഞ്ഞത് നീ ഒരുപാട് നാളായി ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്, നിനക്കത് സാധിച്ചു കിട്ടും. ആമേൻ.
ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ നിയോഗം ദൈവം സാധിച്ചു തരുമെന്ന് ഒരു മുന്നറിയിപ്പ് കിട്ടി. ഒന്നും കൂടെ വായിക്കുവാണ്. ആ വ്യക്തിയുടെ ഭാര്യ വന്ധ്യയായിരുന്നു, മക്കളില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നിനക്ക് നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല എന്നൊക്കെ എനിക്കറിയാം, നിനക്ക് സങ്കടം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും, നിനക്കൊരു നന്മ വരും. ആമേൻ. ഇവിടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ പ്രാർത്ഥിച്ചവരോട് പറഞ്ഞ പോലെ ഒരു വാക്ക് ദൈവാത്മാവിൽ പറയട്ടെ, നിനക്കൊരു നന്മ വരും. നിന്റെ കുടുംബത്തിനകത്തൊരു നന്മ വരും. ആ ദൈവദൂതൻ പറഞ്ഞ വാക്ക് ഈ ആദ്യ വെള്ളിയാഴ്ച വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നു, ദൈവനാമത്തിൽ പറയുന്നു, നിനക്കൊരു നന്മ വരും. നിന്റെ കുടുംബത്തിനകത്തൊരു നന്മ വെളിപ്പെട്ടു വരും. ഒരു നന്മ ഉണ്ടാകും, ഒരു നന്മ വരും. ഹല്ലേലൂയ. അത് നിനക്ക് വേഗത്തിൽ ചെന്ന് ചാക്കിനകത്തിട്ട് മേടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. കടയിൽ ചെന്ന് പച്ചക്കറി മേടിക്കുന്നത് പോലെയോ ആ നന്മ മേടിച്ചോണ്ട് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നീ ഇച്ചിരി കാര്യം ശ്രദ്ധിക്കണം. പറഞ്ഞ വാക്കുണ്ട്, നിനക്കൊരു നന്മ ഉണ്ടാകാൻ നീ ഒരു കാര്യം ചെയ്യണം. അതുകൊണ്ട് നിനക്കൊരു നന്മ ഉണ്ടാകാൻ പോവാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പിന്നെയോ, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അതിപ്പോ കുടിച്ചാൽ എന്താണ് കുഴപ്പം? അല്ല, നിനക്കൊരു നന്മ ഉണ്ടാകാൻ പോവാണ്. അല്ല, അതും വീഞ്ഞും ലഹരിയും തമ്മിൽ എന്താണ് ബന്ധം? അല്ല, എനിക്കൊരു നന്മ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, സന്തോഷമല്ല, രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ ഓരോ ഡിമാൻഡ് വെക്കുവാണ്. നീ വീഞ്ഞോ വീര്യമുള്ള ലഹരി പാനീയങ്ങളോ നീ കുടിക്കല്ല്. അപ്പൊ ഇതും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. നമ്മുടെ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നതും അതിലൂടെ വെളിപ്പെടുന്ന ഒരു നന്മയും തമ്മിൽ ബന്ധമുണ്ട്. എന്താ പറഞ്ഞെന്നറിയാമോ? പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? സഹോദരി, നിനക്കൊരു കുഞ്ഞിനെ കിട്ടും, പക്ഷെ നീ ഇച്ചിരി ശ്രദ്ധിക്കണം. സാധാരണ പോലെ അല്ല, നീ ഇച്ചിരി വില കൊടുക്കണം. വില കൊടുത്താലേ വിലയുള്ളത് ഉണ്ടാവുകയുള്ളൂ. വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നിടത്ത് വിലയുള്ള നന്മകൾ നമുക്ക് കിട്ടും. ദൈവം തരുന്ന നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാവും. നല്ല തലമുറ ഉണ്ടാകും. ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ അപ്പച്ചന്മാരൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നന്മയുണ്ടാകും. വിശ്വസിക്കുന്നു. ഇവിടെയുള്ള ചെറുപ്പക്കാരായ ആളുകൾ ചില നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ, പഠിക്കാൻ പോകണം, ജോലി കിട്ടണം, നല്ല ജീവിതത്തിൽ വരണം. നിങ്ങളുടെ ഈ ത്യാഗത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉയർത്തി കാണിക്കാൻ കഴിയത്തക്ക വിധം, നന്ദിയോടെ പറയാൻ കഴിയത്തക്ക വിധം ഒരു നന്മ വെളിപ്പെടും. പക്ഷേ ഇച്ചിരി ശ്രദ്ധിക്കണം. വീഞ്ഞോ വീര്യമുള്ള ലഹരിയോ. അടുത്ത വാക്കെന്നറിയാമോ? അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. ഭക്ഷണം പോലെ നീ ശ്രദ്ധിക്കണം. എല്ലാ ഭക്ഷണവും നീ കഴിക്കരുത്. അശുദ്ധമായതൊന്നും നീ ഭക്ഷിക്കരുത്. അല്ല, കഴിക്കുന്ന ഭക്ഷണം വയറ്റിലോട്ടല്ലേ പോണത്? ദൈവം തരുന്ന നന്മ വരുന്ന അതിന് ഞാൻ ഇതുമായിട്ട് എന്താ ബന്ധം? അല്ല, നീ ഇച്ചിരി വില കൊടുക്കണം. അതതിൻ്റെ അർത്ഥം. വില കൊടുത്ത് പ്രാർത്ഥിക്കണം. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. വില കൊടുത്ത് പ്രാർത്ഥിക്കാത്തൊരു കുഞ്ഞു പോലും ഇതിനകത്തില്ല. ഇതിനകത്ത് വെറുതെ ഇരിക്കണേ പോലും അതൊരു വിലയാണ്. ഇത്രയും ദൂരെ വാഹനത്തിൽ യാത്ര ചെയ്തും വീട്ടിലെ ജോലികൾ ക്രമീകരിച്ചും ഇവിടെ വരാൻ കഴിഞ്ഞത് അത് നിങ്ങൾ കൊടുത്ത വിലയാണ്. വിലയുള്ളതിന് വില കൽപ്പിക്കുമ്പോൾ വിലയുള്ള അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരും. വിശ്വസിക്കുന്നവർ പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞില്ല, പിന്നെ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തൊന്നുമില്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ആ വാക്കനുസരിച്ചു. അടുത്ത വാക്യം, 8ാമത്തെ വാക്യം, മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നിനക്കൊരു നന്മയുണ്ടാകാൻ പോവാണ്. നിനക്കൊരു നന്മയുണ്ടാകും. അങ്ങനെയാണ് 13ാം അധ്യായം 24ാമത്തെ വാക്യം, അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്നവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അമ്മ ത്യാഗത്തോടെ പ്രാർത്ഥിച്ചപ്പം അതിന്റെ അനുഗ്രഹം മകന് കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോ? അമ്മയോടാണ് ദൈവം പറഞ്ഞത്, നീ വീഞ്ഞോ വീര്യമുള്ള ലഹരിയോ ഒന്നും കുടിക്കല്ല്, നീ എല്ലാ ഭക്ഷണവും കഴിക്കണ്ട, ഇച്ചിരി വില കൊടുക്കണം, ത്യാഗത്തോടെ നീ ഇങ്ങനെ ഇരിക്കണം, നിനക്കൊരു നന്മയുണ്ടാകും. എഴുതിയിരിക്കുകയാണ്. ആ പറഞ്ഞതുപോലൊരു നന്മയുണ്ടായി. ആ കുഞ്ഞിന് സാംസൺ എന്ന് പേരിട്ടു. സ്കൂളിൽ പോയി പഠിച്ചു, റാങ്ക് മേടിച്ചു എന്നല്ല, ദൈവത്തിന്റെ അനുഗ്രഹം അവനിൽ ഉണ്ടായി. പ്രാർത്ഥിക്കുന്നവരറിയാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കാണാത്തൊരു കാര്യം
കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു കാര്യം അദൃശ്യ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ തലമുറയിലേക്ക് വെളിപ്പെടുന്ന ഒരു നന്മയുണ്ട്. ഹല്ലേലൂയ. ഈ പെട്ടിയിൽ ഈ നിയോഗ പ്രാർത്ഥനയുടെ പെട്ടിയിൽ എഴുതിയിരിക്കുന്നത് ആയിരക്കണക്കിന് SLC +2 അല്ലെങ്കിൽ അതുപോലെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പേരുകളാണ്. എൻ്റെ ഒരു വിശ്വാസമാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും ആ പേരുകളുടെ മുകളിൽ വരുന്ന ഒരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി നാളുകളിൽ ജീവിതത്തിന്റെ നാളുകളിൽ അത് വെളിപ്പെട്ടു വരുമെന്ന് അകത്തുള്ള ഒരു വിശ്വാസമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. അങ്ങനെയാണ് ആര് ജനിച്ചത്? ഒരു നന്മയ ഒരു സാംസൺ ജനിച്ചത്. ഒരു സാംസൺ ജനിച്ചതുപോലെ നന്മയുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും. സാംസൺ എന്ന രൂപത്തിലാവുന്നില്ല, ചിലപ്പോൾ നല്ലൊരു ജോലിയുടെ രൂപത്തിലായിരിക്കും അതെന്റെ വീട്ടിൽ ജനിക്കുന്നത്. നല്ലൊരു വീടിന്റെ രൂപത്തിലായിരിക്കും അതെന്നിൽ ജനിക്കുന്നത്. നല്ലൊരു ശുശ്രൂഷയുടെ രൂപത്തിലായിരിക്കും എന്നിൽ ജനിക്കുന്നത്. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും പറഞ്ഞതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഈ സാംസൺ 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സായി, 10 വയസ്സായി, 15 വയസ്സായി, 20, 25 ആയപ്പം വീട്ടുകാർ പറഞ്ഞു സാംസനോട് കല്യാണം കഴിക്കണം, വിവാഹം. സാംസന്റെ ജീവിതത്തിൽ ഒരു വിവാഹം വരാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരാൻ പോവാണ്. അന്നേരം കൊണ്ടൊരു പ്രശ്നം. അന്നേരം നിങ്ങളൊക്കെ ചിന്തിക്കണം കേട്ടോ, ദൈവമേ എനിക്കൊരു നന്മ ലഭിക്കണം, ആ നന്മ നഷ്ടപ്പെടാതെ നിലനിൽക്കുകയും വേണം. ഇത് രണ്ടും പ്രാർത്ഥിക്കണം. ദൈവമേ എനിക്കൊരു നന്മ വേണം, നാളുകളിൽ അത് കൈമോശം വരാൻ പാടില്ല, അത് എന്നിൽ എൻ്റെ കുടുംബത്തിൽ നിലനിൽക്കണം. സാംസന്റെ കല്യാണമാണ്. സാംസന് കല്യാണമായി പെണ്ണ് കാണാൻ പോകുമ്പം ഒരു സിംഹം ചാടി വീണു. ഒരു സിംഹം ചാടി വീണു ഇവനെ കൊല്ലാൻ വേണ്ടി. അത് വായിച്ചു കേൾക്കാം. ഒരു നന്മ വരാറായപ്പോ 14 അധ്യായം 5 വാക്യം, സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോകുന്നത് ഒരു പെണ്ണ് കാണാനാണ്, കല്യാണം ആലോചിക്കാനാണ്, ഉറപ്പിക്കാനാണ്. ഒരു കുടുംബ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ജീവിതത്തിൽ വരാൻ പോവാ. പുള്ളിയുടെ ജീവിതത്തിൽ, സാംസന്റെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകാൻ പോവാ. അങ്ങനെ പോകുന്നത് ഇന്നത്തെ പോലത്തെ കാറിനും ജീപ്പിനും കാളവണ്ടിക്കും കുതിരവണ്ടിക്കും ഒന്നും അല്ല പോകുന്നത്. അന്നത്തെ കാലത്ത് വാഹനങ്ങളൊന്നുമില്ല, നടന്നു പോവാണ്. അപ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഇടയിലൂടെയുള്ള വഴി കൂടെയാണ് പോണത്. എഴുതിയിട്ടുണ്ട്, അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ, അവിടെ ഒരു ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുന്ന പോലെ, ഷോർട്ട് വഴി കയറി പോകുന്ന പോലെ തോട്ടിലൂടെയുള്ള ആ മുന്തിരിത്തോട്ടത്തിലൂടെയുള്ള വഴി കൂടി ഇങ്ങനെ പോകുമ്പം ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു. ഫോക്കസ് ചെയ്ത് അവന്റെ അപ്പനും അമ്മയും അതിലെ കൂടെ പോകുന്നുണ്ട്. അവരെ ആക്രമിച്ചില്ല, കൃത്യം അവന്റെ ജീവിതത്തിന്റെ നേരെ ചാടി വീണു. ഇത് ശ്രദ്ധിക്കണം. അവന്റെ ലൈഫിൽ അന്ന് 5-ാമത്തെ വയസ്സിലോ 10-ാമത്തെ വയസ്സിലോ 15-ാമത്തെ വയസ്സിലോ അല്ല, അവന്റെ ലൈഫിൽ ഒരു നന്മ വരാൻ തുടങ്ങുമ്പോണ്ട് ഇതേ ചാടി വരുന്ന ഒരു അനർത്ഥം. നിങ്ങളും പ്രാർത്ഥിക്കണം. പക്ഷെ ആ അനർത്ഥത്തെ ഉണ്ടല്ലോ സാംസൺ കീറിക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലർക്ക് നമ്മൾ അത്ഭുതപ്പെട്ടു പോവില്ലേ? അടുത്ത ആഴ്ചയാണ് വിവാഹം, കൃത്യം ഈ ആഴ്ചയായപ്പോൾ വണ്ടി ആക്സിഡന്റ് സംഭവിച്ച് പുള്ളി ആശുപത്രിയിലാണ്. അടുത്ത ആഴ്ചയാണ് പെരയുടെ വെഞ്ചരിപ്പൊക്കെ വച്ചത്, അന്നേരം ഉണ്ട് വീടിന്റെ സൈഡിൽ നിന്ന് താഴോട്ട് വീണ് പരിക്ക്. ഒരു നല്ല സന്തോഷമുള്ള കാര്യം അടുത്തെത്താറായപ്പോ ഉണ്ട് പെട്ടെന്ന് അനർത്ഥങ്ങൾ വരുന്നു, നഷ്ടങ്ങൾ വരുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. സാംസനെ മാത്രമല്ല, നമ്മളൊക്കെ ജീവിതത്തിൽ പുറകോട്ട് പോകുന്നവരല്ല, മുന്നോട്ട് പോകുന്നവരാണ്. നമ്മളൊക്കെ എന്തിനാ മുന്നോട്ട് പോകുന്നത്? നല്ല വീട് വേണം, നല്ല സൗകര്യങ്ങൾ വേണം, നന്നായിട്ട് ജീവിക്കണം, നല്ലൊരു നമ്മളിങ്ങനെ നന്നായിട്ട് പോകാൻ ആഗ്രഹിച്ച് സ്റ്റെപ്പ് വെക്കുമ്പോഴാ കാട്ടിൽ നിന്നാണോ സിംഹം വന്നത് അതോ മുന്തിരിത്തോട്ടത്തിൽ നിന്നാണോ? കാട്ടിൽ നിന്നല്ലേ വരേണ്ടത്? കാട്ടിലല്ലേ സിംഹം ഉള്ളത്? നമ്മൾ വളർത്തുന്ന മുന്തിരിത്തോട്ടത്തിലാണോ സിംഹം ഇരിക്കുന്നത്? പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തു നിന്നാണ് ചാടി വന്നത്. കാട്ടിലൊക്കെയാ പോകുന്നെങ്കിൽ സിംഹമോ പുലിയോ കരടിയോ ഒക്കെ വരുമെന്ന് നമ്മൾ പേടിച്ച് പോകണം. ഇതൊട്ടും പ്രതീക്ഷിക്കാതെ മുന്തിരിത്തോട്ടത്തിൽ കൂടെയുള്ള വഴി കൂടിയാണ് പോണത്. മുന്തിരിത്തോട്ടത്തിൽ ആളുകൾ കൃഷി ചെയ്ത് താമസിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാ സിംഹം? പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന ചില കാര്യങ്ങൾ ചാടി വീഴുന്നത്. അയ്യോ, കല്യാണം ആലോചിക്കാൻ പോവായിരുന്നു. പക്ഷെ ഈ പ്രതിസന്ധിയെ സാംസൺ എന്നാ ചെയ്തെന്നറിയോ? ഏതു സാംസൺ?
ദൈവത്തിൻ്റെ അനുഗ്രഹം തലയ്ക്ക് മുകളിലുള്ള സാംസൺ, പ്രാർത്ഥനയുള്ള ഒരപ്പൻ്റെ അമ്മയുടെയും മകനായി ജനിച്ച സാംസൺ. ആ സാംസൺ ഈ സിംഹത്തെ കണ്ടുകൊണ്ട് കാറിന്നല്ല, ബഹളം വെച്ചൊന്നല്ല, എഴുതിയിരിക്കുന്ന വാക്യം വായിക്കുക. കർത്താവിന്റെ ആത്മാവ് ആ സിംഹം എങ്ങനെയാ വന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ആ സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു. ഒരു സിംഹത്തിന്റെ അലറിച്ച കൂട്ടിനകത്തിരുന്ന് കേട്ടാലും ചങ്കിടിച്ചു പോകും. ഈ മൃഗങ്ങളെയൊക്കെ സൂവിലൊക്കെ ചെല്ലുമ്പോൾ സിംഹം അലറുമ്പം നമ്മൾ അത് ഇരുമ്പ് കൂട്ടിനകത്താണ് കിടക്കുന്നത്, എന്നാൽ പോലും നമുക്ക് ഒരു പേടി തോന്നും, അടുത്തോട്ട് പോകത്തില്ല. അപ്പോഴാണ് ഒരു സിംഹം അലറിക്കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ മനസ്സിൽ നമ്മുടെ നേരെ ഉണ്ടല്ലോ, ഒരു നായ പോലും ദേഷ്യത്തോടെ കടിക്കാൻ വന്നാൽ നമ്മൾ കാറിപ്പോവും. ഒരു പൂച്ച പോലും, ഇത്രയും ചെറിയൊരു ജീവിയാ പൂച്ച, അതുപോലും ദേഷ്യത്തോടെ പെരുമാറിയാൽ നമുക്ക് അടുക്കാൻ പേടിയാ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ പോലും അത് ദേഷ്യത്തിലാണെങ്കിൽ അത് ഉപദ്രവിക്കും. ഇത് കാട്ടിൽ നിന്ന് ഒരു സിംഹം വരുമ്പോൾ പറഞ്ഞ നേരം കൊണ്ട് സാംസൺ തീരേണ്ടതാ. പക്ഷെ സാംസൺ എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. എപ്പോൾ? കൃത്യമാ പ്രതിസന്ധി ചാടി വീണപ്പോൾ അവന് ദൈവത്തിന്റെ ഒരു ശക്തി ആ സമയത്ത് ലഭിച്ചു. ആമേൻ. ആ പ്രതിസന്ധിയുടെ എപ്പോഴേലും അല്ല കിട്ടിയത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ അറിയാൻ, നിങ്ങൾ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കൃത്യസമയത്ത് ദൈവത്തിന്റെ ശക്തി വേണം. ആമേൻ. അവർ ചിലപ്പോൾ തെറ്റായ ഒരു സ്ഥലത്തേക്ക് തിരിയാൻ തുടങ്ങി കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥന വേണ്ടത്. ആ സമയം പ്രധാനപ്പെട്ടതാണ്. സാംസന്റെ ജീവിതത്തിൽ ഒരു നന്മ വെളിപ്പെടാൻ അടുത്തെത്തി. കയ്യെത്തുന്ന ദൂരത്ത് കല്യാണമാണ്, കുടുംബജീവിതം ആരംഭിക്കാം. അന്നേരം കൊണ്ട് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തും ചാടി വീണ് കിടക്കുന്നു സിംഹം. ഉടനെ എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ ആ സിംഹത്തെ, അല്ല, 6ാമത്തെ വാക്യം വായിച്ചേ. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തി കളഞ്ഞു, കീറിക്കളഞ്ഞു. എവിടുന്ന് കിട്ടിയാവോ ഈ ശക്തി? ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയതാണോ? എവിടുന്നാണാവോ കിട്ടിയത്? ഒരു കോഴിയെ പോലും വലിച്ചു കീറാൻ പറ്റത്തില്ല. അങ്ങനെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ എങ്ങനെ വലിച്ചു കീറാൻ പറ്റുമോ? ഒരു പൂച്ചയെ എങ്ങനെ പിടിച്ച് വലിച്ചു കീറാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല, നമുക്ക് പഴിയത്തില്ല. ഒരു സിംഹത്തെ പുള്ളി വലിച്ചു കീറിയെന്ന് അല്ല, എവിടെ നിന്ന് കിട്ടി ഈ ശക്തി? അതാണ് ദൈവം കൊടുത്ത ശക്തി. അതാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ഹല്ലേലൂയ. പ്രതിസന്ധികളിൽ താന്നു പോകാതിരിക്കാൻ, വെല്ലുവിളികളെ മാറ്റി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ശക്തി പോരാ. ദൈവവചനത്തിലൂടെ നിനക്ക് കിട്ടുന്ന ദൈവശക്തി വേണം. ദൈവശക്തി വേണം. ദൈവത്തിന്റെ അനുഗ്രഹം വേണം. പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം വളരെ വിജിലന്റ് ആയിരിക്കണം. ഭാഗ്യവും ഭാഗ്യക്കേടും, ഒരാൾ ഭാഗ്യം തെക്കും ഭാഗ്യക്കേട് വടക്കുമല്ല. ഭാഗ്യം പോകുന്നതിൻ്റെ തൊട്ട അയൽവാസിയാ ഭാഗ്യക്കേടും. രണ്ടും ചേട്ടാനിയും ഒരേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ മുകളിൽ ഭാഗ്യക്കേട് കയറി നമ്മളെ ഇല്ലാതാക്കും. മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തിൽ കണ്ണി പോലെ പതുക്കെ പതുക്കെ അതിനെ ഇല്ലാതാക്കും, ഭാഗ്യത്തെ കളയും. ഒരു കുഞ്ഞു കാര്യം, ഒരു കുടുംബം മുഴുവൻ ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോവാണ്. ഈ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് അവർ എയർപോർട്ടിലെത്തി. ടാക്സി വിളിച്ച് പോയി, കുടുംബക്കാരെല്ലാം പോയി അവരെ യാത്രയാക്കി അകത്ത് കയറിയപ്പോൾ ഉണ്ട്, പാസ്പോർട്ട് നോക്കിയപ്പോൾ അന്നേരം അറിയുന്നത് ഇന്നലെ കൊണ്ട് പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. എല്ലാം പേപ്പറിനടിയാക്കി, ഇത് മാത്രം ശ്രദ്ധിച്ചില്ല. ഒരു നല്ല കാര്യം അടുത്ത് വന്ന് ഫ്ലൈറ്റേ കയറാറായപ്പോഴാണ് തിരിച്ചു പോരാൻ നഷ്ടവും വന്നു. ഫ്ലൈറ്റിൻ്റെ ആ പൈസ മുഴുവൻ പോയെന്ന് മാത്രമല്ല, തിരിച്ചു വരാൻ പറ്റാതെ വേറൊരു സ്ഥലത്ത് മുറിയെടുത്ത് അവിടെ തന്നെ കൂടി. ഇവിടെയുള്ള നാട്ടുകാരും വീട്ടുകാരും അറിയാതിരിക്കാൻ പ്രാർത്ഥന ചോദിച്ചൊരു കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ ഇത് മാത്രം ശ്രദ്ധിച്ചില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്, പോകാൻ പറ്റത്തില്ല, കയറ്റത്തിൽ അകത്തോട്ട് പ്രവേശനം ഇല്ല, തിരിച്ചു പോകേണ്ടി വന്നു. നോക്കൂ, ചില നല്ല കാര്യം അടുത്തു വരുമ്പോൾ സിംഹത്തെ പോലെ ചിലത് ചാടി വീഴാതിരിക്കാൻ, അങ്ങനെ ചാടി വീണാലും അതിനെ മറികടന്ന് അപ്പുറം പോണെങ്കിൽ നാവിന്റെ ശക്തി പോരാ, ആരോഗ്യത്തിന്റെ ശക്തി പോരാ, ദൈവം തരുന്ന ശക്തി വേണം. അങ്ങനെയെങ്കിൽ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് ഒത്തിരി പേര് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ വരാറാകുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല.
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം വരുമ്പോൾ അത് അന്നേരം ആരോ തട്ടിത്തെറിപ്പിച്ച് കളയും, എന്തോ ദോഷമുണ്ട്. ഇതാ സാംസൺ, ദൈവാനുഗ്രഹമുള്ള മാതാപിതാക്കൾക്ക് പിറന്ന സാംസൺ കല്യാണമാകാറായപ്പം സിംഹം ചാടി വന്നിരിക്കുന്നു ഉപദ്രവിക്കാൻ. പക്ഷെ ഇതിനകത്തൊരു അത്ഭുതമുണ്ട് കേട്ടോ. സാംസന്റെ മാതാപിതാക്കൾ പോലും അറിഞ്ഞില്ല സാംസൺ ഈ സിംഹത്തെ ചീന്തിക്കളഞ്ഞത്. അതെങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ തിരിഞ്ഞു നോക്കണ്ട, അത്രയും പോലും ഒരു ഒച്ചപ്പാടുണ്ടാകാതെ സാംസൺ ആ പ്രശ്നത്തെ പരിഹരിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം എഴുന്നേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാസ്ഥാനങ്ങളൊക്കെ ഇരിക്കാം കേട്ടോ. എങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പറ്റും പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാനായിലെ കുടുംബത്തിൽ യേശുവിൻ്റെ വചനം മുഴങ്ങിയ വീട്ടിൽ, യേശുവിൻ്റെ വാക്കനുസരിച്ച് വീട്ടിൽ വെളിപ്പെട്ടത് നല്ല വീഞ്ഞാണെങ്കിൽ, നല്ലതാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നത് ഒരു നന്മയാണെന്ന് വിശ്വസിച്ച് എനിക്ക് ഇതിലൂടെ, ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചതിലൂടെ എനിക്ക് പറയുന്നത് ഒരു നഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുക, ഒരു വേദനയെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുക. എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു നന്മയെക്കുറിച്ച് ഞാൻ വിളിച്ചു പറയും. അതായിരിക്കും എൻ്റെ സാക്ഷ്യം. കണ്ണുകളെ ഒന്ന് അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ആ നാട്ടിൽ ജീവിച്ചിരുന്ന യഹൂദരുണ്ടല്ലോ, ആ നാട്ടിലെ തെസ്സലോനിക്കാരെക്കാൾ കൂടുതൽ മാന്യന്മാരായി മാറി. അല്ല, എങ്ങനെയാണ് തെസ്സലോനിക്കാരെക്കാൾ ഈ യഹൂദർ മാന്യന്മാരായി മാറിയത്? റീസൺ എഴുതിയിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ വചനത്തെ താല്പര്യത്തോടെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവർ പ്രസംഗിക്കുമ്പോൾ ആ വചനം സത്യമാണോ എന്നറിയാൻ ദൈവവചനം പരിശോധിച്ചു കൊണ്ടിരുന്നു. ആ ദൈവവചനത്തോടുള്ള ബന്ധമാണ് കുഞ്ഞെ അവരെ ശ്രേഷ്ഠന്മാരാക്കി മാറ്റിയത്, മാന്യന്മാരാക്കി മാറ്റിയത്. ഇങ്ങനെ ഒരു പ്രാർത്ഥനയോടെ നിന്ന് കണ്ണുകളടച്ച്, കർത്താവേ, സാംസന്റെ ജീവിതം, അവന്റെ പ്രായപൂർത്തിയായി, അവനൊരു പെൺകുട്ടിയെ കാണാൻ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ച് ആ കാര്യങ്ങളുടെ ഒരു നല്ല കാര്യത്തിനായി മുന്നോട്ട് പോകുമ്പോഴാ ചാടി വീണത് സിംഹം, അലറിക്കൊണ്ടുവന്നത് സിംഹം. നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകൾ അടുത്തു വരുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിക്കുന്ന സിംഹത്തെ, ആ തട്ടിത്തെറിപ്പിക്കുന്ന ശക്തിയെ, നിങ്ങളുടെ നന്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെ തട്ടിത്തെറിപ്പിക്കാനാ ഇപ്പോൾ പാടാൻ പോകുന്നത്, പ്രാർത്ഥിക്കാൻ പോകുന്നത്. കണ്ണുകളെ അടച്ച്, ഏതു കാര്യമാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ അടുത്തെത്താറാകുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി ആഗ്രഹത്തോടെ മുന്നോട്ട് നീങ്ങും, അടുത്തെത്താറാകുമ്പോൾ ആരോ തട്ടിത്തെറിപ്പിക്കുന്ന പോലെ അത് സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റുന്നില്ല. എത്രയോ ആഗ്രഹിച്ച ജീവിതം തുടങ്ങിയത്, പക്ഷെ സന്തോഷത്തോടെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എത്രയോ ആഗ്രഹിച്ച ആ ജീവിതത്തിന്റെ ആ ജോലിയിൽ പ്രവേശിച്ചു, പക്ഷെ ഒരു സമാധാനമില്ല. എന്തൊക്കെയോ എൻ്റെ സമാധാനത്തെ തട്ടിത്തെറിപ്പിക്കുന്നു. നിന്റെ സമാധാനത്തെയോ നിന്റെ നന്മയോ ഒരു സിംഹത്തിനും, ഒരു വ്യക്തിക്കും, ഒരു മന്ത്രവാദത്തിനും, ഒരു കൂടോത്തരത്തിനും, ഒരു ക്ഷുദ്രപ്രയോഗത്തിനും നശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് വേണ്ടത് ദൈവശക്തിയുടെ ഒരു കവചമാണ്. അല്ല, സാംസനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അല്ല സാംസ, എവിടുന്ന് കിട്ടി നിനക്ക് ഈ ശക്തി? അല്ല സുഹൃത്തെ, എവിടുന്ന് കിട്ടി നിനക്ക് ഈ ബലം? സാംസൺ പറയും, എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ബലമാണ് ആ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിഞ്ഞത്, ആ പ്രതിസന്ധിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ തലമുറയിലോ നിങ്ങളുടെ ജീവിതത്തിലോ വെളിപ്പെടാൻ അടുത്തു വരുന്ന നന്മകളെ ഇല്ലാതാക്കുന്ന എന്തേലും ശക്തികളുണ്ടെങ്കിൽ അതിനെ വേരോടെ പറിച്ചെഴുതാൻ, പറിച്ചു കളയാൻ ഇപ്പോൾ കഴിയണം. ദൂരത്ത് നിന്ന് വന്നവരെ സ്നേഹത്തോടെ ഒന്ന് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അടുത്ത് വരുമ്പോൾ, അവരുടെ ജോലി അടുത്ത് വരുമ്പോൾ, കല്യാണം അടുത്ത് വരുമ്പോൾ, വീട് പണി പൂർത്തിയാകുമ്പോൾ ഒരു നന്മ വെളിപ്പെടാൻ വരുമ്പോൾ ഒരു സങ്കടം കൂടെ കയറി വരുന്നു, ഒരു വേദന കൂടി കയറി വരുന്നു. ഞങ്ങളെ തകർക്കുന്ന ഒന്നും ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ വെളിപ്പെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ വെളിപ്പെടണമേ. ദൈവവചനത്തിലൂടെ അതേ ദൈവശക്തി നിങ്ങളിൽ പകരട്ടെ. ദൈവവചനത്തിലൂടെ അതേ ദൈവശക്തി നിങ്ങളിലേക്ക് ഒഴുകട്ടെ. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളെല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദത്തെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് പാടാമോ? സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷതരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. സമാധാന
നമ്മിലേവർക്കും രക്ഷതരും നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിന്റെ ജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിന്റെ ജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ അവൻ നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ അവൻ നീക്കിത്തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും നമ്മുടെ യേശു മതിയായവൻ. ഓ യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, ഗീതം മതി, നിത്യ ജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യ ജീവൻ മതി എനിക്ക്. നിത്യ ജീവൻ മതി യേശുവേ. ഒരു നിമിഷം എല്ലാവരും നിന്നുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കാമോ? സാംസൺ മുന്തിരിത്തോട്ടത്തിലൂടെ കുടുംബ അപ്പനും അമ്മയുടെയും കൂടെ പോയത് അവൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു കാര്യത്തിന് വേണ്ടി പോയതാണ്. അന്നേരമാണ് ഈ പ്രതിസന്ധി വന്നത്. പക്ഷെ ആ പ്രതിസന്ധി വന്നേ പിന്നെ സാംസണും അപ്പനും അമ്മയും എല്ലാം കൂടെ തിരിച്ച് വീട്ടിൽ പോയെന്നല്ല. എങ്ങോട്ടാണോ പോയത്, എന്തിനെ ലക്ഷ്യം വെച്ചാണോ പോയത്, തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല. ലക്ഷ്യത്തിലേക്ക് തന്നെ പോയി. ഇതാണ് ദൈവാനുഗ്രഹം ഉള്ളവൻ്റെ പ്രത്യേകത. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരും. സിംഹം ചാടി വീഴും, മനുഷ്യൻ ചാടി വീഴും, പല പ്രശ്നങ്ങൾ വരും. പക്ഷെ അവൻ്റെ ചുവടുകൾ പുറകോട്ട് പോകത്തില്ല, മുന്നോട്ട് പോകും. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു കാര്യം കേട്ടു. സാംസൺ ഭക്ഷണം കഴിച്ചതിലൂടെ കിട്ടിയ ശക്തി കൊണ്ടൊന്നുമല്ല ഇതിനെ വലിച്ചു കീറിക്കളഞ്ഞത്. ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു ശക്തി, അത് ദൈവവചനത്തിലൂടെയാണ് ദൈവം ഇന്ന് നൽകുന്നത്. ഇത് പറയാൻ കാരണം ഐസക് ന്യൂട്ടനാണ് ഭാരമുള്ള എന്തും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലേക്ക് ആകർഷിക്കുമെന്ന സത്യത്തെ കണ്ടുപിടിച്ചത്. വലിയ ശാസ്ത്രജ്ഞൻ. പക്ഷേ അങ്ങനെയാണെങ്കിൽ വിമാനം താഴെ വീഴണ്ടേ? എത്രയോ ടൺ കണക്കിന് ഭാരവുമായി പോകുന്ന ഈ രാജ്യത്ത് നിന്ന് 12, 18 കിലോമീറ്റർ മണിക്കൂറുകൾ ആകാശത്തൂടെ പറക്കുന്ന വിമാനം താഴെ വീഴണ്ടേ? പക്ഷെ വിമാനത്തിൻ്റെ അകത്ത് ഒരു ഹൈ പവർ ടർബോ എൻജിൻ ഇരിപ്പുണ്ട്. നോർമൽ സാധാ ടർബോ എൻജിനാണ് നമ്മുടെ വണ്ടികളിലുള്ളത്. സാധാ ടർബോ എൻജിൻ. വിമാനത്തിലുള്ളത് ഹൈ പവർ ടർബോ എൻജിൻ. ഭൂഗുരുത്വ ആകർഷണത്തെ തോപ്പിക്കുന്ന ശക്തി വിമാനത്തിലുണ്ട്. അതുകൊണ്ട് അതിനെ വലിച്ച് താഴെയിടാൻ പറ്റത്തില്ല, എന്നാൽ അത് മുകളിലേ നിൽക്കത്തുള്ളൂ. എന്താ ദൈവശക്തിയുടെ ഗുണമെന്നറിയാമോ? ഒരു ദൈവഭക്തന്റെ അകത്ത് ദൈവം കൊടുക്കുന്ന ഹൈ പവർ ടർബോ എൻജിനുണ്ട്. അത് നിങ്ങളിൽ വേണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വേണം. ഹൈ പവർ ടർബോ എൻജിൻ. എന്തു പ്രശ്നം വന്നാലും ചുവടുകൾ മുന്നോട്ട് വെച്ച് പറക്കാനുള്ള ഹൈ പവർ ടർബോ എൻജിൻ ഫ്ലൈറ്റിലുള്ളത്. അത് ഓരോ ദിവസം, അത് ഓരോ മാസവും ഓരോ വർഷവും പുതിയ ടർബോ പവർഫുൾ എൻജിൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഡബിൾ ഡെക്കർ വിമാനം വരെയുണ്ട്. ഹൈ പവർ ടർബോ എൻജിൻ. ഇതുപോലെ ഒരു വിശ്വാസിക്ക്, ഒരു ദൈവത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവൻ്റെ ഉള്ളിൽ ഹൈ പവർ ടർബോ എൻജിൻ. അവനെ വലിച്ചു താഴെ ഇടാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അവൻ താഴെ പോയി അവൻ്റെ ജീവിതം തീർന്നു, പരാജയപ്പെട്ടു. അവൻ ഉയർന്ന് പറക്കും. ബൈബിളൊരു വാക്കുണ്ട്, ദൈവം നിന്നെ ആകാശത്തിലൂടെ സവാരി ചെയ്യിപ്പിക്കുന്നു. ബൈബിളൊരു വാക്കുണ്ട്, ദൈവം വിമാനത്തെ അല്ല, നിന്നെ ആകാശത്തിലൂടെ സവാരി യാത്ര ചെയ്യിപ്പിക്കും. അത് ദൈവത്തിന്റെ ഭാഗ്യമാണ്, ദൈവം തരുന്ന അനുഗ്രഹമാണ്. ഇന്ന് നിങ്ങൾ ഈ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒരു നല്ലത് വരുമ്പം
ദൈവമേ, ഒരു ശക്തിയും അതിനെ തട്ടിത്തെറിപ്പിക്കാൻ ഇടയാകരുത്. നല്ലത് വരുമ്പോൾ അതിനെ ഈ തട്ടിത്തെറിപ്പിക്കാനിടെ സമ്മതിച്ചു കൊടുത്തേക്കല്ലേ. അത്രയും പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങൾക്ക് വേണം. ഒന്നിരിക്കാമോ? ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇനി സാംസൺ ഈ കുഞ്ഞു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്. സാംസൺ ഇപ്പോൾ എന്നത്തിനെയാ വലിച്ചു കീറി കളഞ്ഞത്? ഒരു സിംഹത്തെയാണ്. എന്നിട്ട് സാംസൺ ആ സിംഹത്തെ അവിടെ ഇട്ടേച്ച് പോയി. കുറച്ചു നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സാംസൺ പെട്ടെന്ന് ചിന്തിച്ചു, ഇവിടെ വച്ചാണല്ലോ ഞാൻ ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്തത്. എന്നെ തോപ്പിക്കാൻ, വലിച്ചു കീറാൻ, ഉപദ്രവിക്കാൻ ഒരു സിംഹം ചാടി വന്നപ്പോൾ വലിച്ചു കീറിയത് ഇവിടെ വച്ചാണല്ലോ. നിന്റെ അവശിഷ്ടങ്ങളൊക്കെ എന്തിയേ? നിന്റെ മാംസമൊക്കെ ചീഞ്ഞു കാണും, നിന്റെ എല്ലൊക്കെ ഇവിടെ കാണണമല്ലോ. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട്, നമ്മൾ ഒരിക്കലും കാണാത്തൊരു കാര്യം അതിനകത്ത് കണ്ടു. സാംസൺ നോക്കിയപ്പോൾ കണ്ടു, ആ സിംഹത്തിൻ്റെ വാരിയെല്ലിൻ്റെ അകത്ത് തേനീച്ച കൂടുകൂട്ടിയിരിക്കുന്നു. നമ്മൾ തേനീച്ച കൂട് കൂട്ടുന്നത് മരത്തേലുണ്ട്, മണ്ണിൻ്റെ പൊത്തിൽ പെട്ടിക്കകത്തൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. സാംസൺ നോക്കിയപ്പോൾ ഒരു മൃഗത്തിൻ്റെ അസ്ഥിക്കകത്ത് തേനീച്ച കൂടുകൂട്ടി. ഉടനെ സാംസൺ കൈ നീട്ടി അതിൽ നിന്ന് ഒരടയോ എടുത്ത് ഓടിച്ചു. ഒരട ഓടിച്ചിങ്ങെടുത്തു. എന്നിട്ട് വീട്ടുകാർക്കും കൊണ്ട് കൊടുത്തു. ഇതെവിടെ നിന്നാണെന്ന് പറഞ്ഞില്ല. ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണെന്നിത് പറഞ്ഞില്ല. പക്ഷെ ഒരു പാഠമുണ്ട്. ഒരു കാലത്ത് ചീന്തിക്കീറാൻ വന്ന സിംഹത്തിൽ നിന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം അനുഭവിച്ചത് തേൻ പോലെ മധുരിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്ന് നമ്മളെ നോക്കുമ്പോൾ നമ്മളെ തകർക്കുന്ന, വലിച്ചു കീറുന്ന, ഉപദ്രവിക്കുന്ന പലതും ജീവിതത്തിൻ്റെ ചുറ്റുമുണ്ട്. ദൈവാനുഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണോ നിൽക്കുന്നത്? അതേ സംഭവത്തിൽ നിന്ന് നാളെ നീ തേൻ പോലെ മധുരിക്കുന്ന ചിലതിനെ അടത്തിയെടുക്കും. ഇങ്ങനെ മധുരിക്കുന്ന അനുഭവമാണ് നാളുകളിൽ സാക്ഷ്യമായി വരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്നൊക്കെ പറയുന്നില്ലേ, അത് നിങ്ങളെ സംബന്ധിച്ച് തേൻ പോലെ മധുരിക്കുന്ന അനുഭവമാണ്. എനിക്ക് നല്ല അനുഭവം ഉണ്ടത്. നമുക്ക് ചില പ്രതിസന്ധങ്ങൾ ചാടി വരുമ്പോൾ തോന്നി ഇതോടെ തീർന്നു എന്ന്. സിംഹം ചാടി വരുമ്പോൾ സാംസന് തോന്നിക്കാണും തീർന്നു, എല്ലാം തീർന്നു, അവസാനിച്ചു. ഒന്നും അവസാനിച്ചിട്ടില്ല. ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ പ്രശ്നത്തെ കണ്ടിട്ട് പറ, ഇതിൻ്റെ അവസാനമല്ല. ബുദ്ധി പറയും അവസാനിച്ചു എന്ന്. അല്ല, ഈ കടബാധ്യത കണ്ട്, ഈ രോഗത്തെ കണ്ട്, ഈ ഒറ്റപ്പെടൽ കണ്ട്, ഈ ഒരു പ്രതിസന്ധിയെ കണ്ട് ഇനി എത്ര നാളെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതേ അനുഭവത്തിൽ നാളെ അടത്തിയെടുക്കും. അടത്തിയെടുത്ത പോലെ ഒരു നല്ല അനുഭവം മധുരിക്കുന്നത് അടത്തിയെടുക്കാൻ പറ്റും. ഇന്ന് കയ്പുള്ളതാണെങ്കിൽ നാളെ അത് മധുരമുള്ള ഒന്നായി മാറും. ദൈവത്തിലാണ് ആശ്രയിച്ചു നിൽക്കുന്നതെങ്കിൽ. ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനങ്ങളെല്ലാം ഒന്ന് മറന്നു പോകാത്ത വിധത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടുവരാം. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത് ഒരു വീട്ടിലാണെങ്കിൽ, ഇതാ ഒരുപാട് നല്ല വീട്ടിൽ ജനിച്ച് ജീവിച്ചു വളർന്ന ഒരുപാട് പേർ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ വീട്ടിലായിരിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിലൂടെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത്. ഒരു നല്ല കാര്യം നടക്കട്ടെ. അങ്ങനെ തന്നെ പറയണം കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു നല്ല കാര്യം നടക്കും. ആ വീട്ടിൽ നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് മുഴങ്ങി തന്നതാ യേശുവിൻ്റെ ശബ്ദം. ആരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത്? യേശുവിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളിൽ മുഴങ്ങുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. നിങ്ങൾ ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ ഇത് മുഴങ്ങി, ജീവിതത്തിൽ നിങ്ങൾ പറയും, നല്ല വീഞ്ഞു പോലെ നല്ലൊരു ജീവിതം എനിക്ക് തന്നല്ലോ, നല്ലൊരു ബന്ധം എനിക്ക് ദൈവം തന്നല്ലോ, നല്ലൊരു കുടുംബം എനിക്ക് തന്നല്ലോ, നല്ല മക്കളെ ദൈവം എനിക്ക് തന്നല്ലോ, എനിക്ക് നല്ല ആരോഗ്യം ദൈവം തന്നല്ലോ. ദൈവം തരുന്നതിൻ്റെ പിറകിൽ എല്ലാം ഒരു വാക്കുണ്ട്, നല്ലത്. എനിക്ക് ദൈവം നൽകിയത് നല്ല ശുശ്രൂഷയാണ്. എനിക്ക് ദൈവം നൽകിയത് നല്ലതാണ്. ദൈവം തരുന്നത്, ദൈവം പിശുക്കി അല്ല തരുന്നത്. ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും പിശുക്കി പ്രാർത്ഥിക്കരുത് കേട്ടോ. എന്ത് പ്രാർത്ഥിക്കല്? ഒരാൾ പണ്ടത്തെ കാര്യം കേട്ടോ, കൊറോണയ്ക്ക് മുമ്പത്തെ കാര്യമാണ്. ഒരാൾ പ്രാർത്ഥനാ നിയോഗം എഴുതിയിട്ടിരിക്കുക, കർത്താവേ
ഞങ്ങൾക്ക് പഴയ ഒരു 800-ന്റെ കാറ് തരണേ. ദൈവത്തിന് ആക്രി കച്ചവടമില്ല. പഴയ സാധനങ്ങൾ വണ്ടി വിൽക്കുന്നത് പോലെ വിൽക്കുന്നതില്ല. എന്തുകൊണ്ട് ആ മനുഷ്യൻ നല്ലൊരു കാറെന്ന് എഴുതിയില്ല? എനിക്കങ്ങനെ തോന്നി മനസ്സിൽ. ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എനിക്കൊരു നല്ലൊരു വാഹനം തരണം. ആരും പഴയ സൈക്കിൾ തരണം, പഴയ കാറ് തരണം, പഴയ ഒരു വീട് തരണം ഒന്നും പ്രാർത്ഥിക്കേണ്ട. ദൈവത്തിന് പഴയതിൻ്റെ കച്ചവടമില്ല. ദൈവത്തോട് നിങ്ങൾ ദൈവമേ എനിക്ക് നല്ല ആരോഗ്യം തരണം, എനിക്ക് നല്ലൊരു വീട് തരണം, എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി തരണം, എനിക്ക് നല്ലൊരു ജീവിത പങ്കാളി തരണം, എനിക്ക് നല്ലൊരു കുടുംബം തരണം. എല്ലാം നല്ലതേ ചോദിക്കാവുള്ളൂ. കാരണം എന്നാന്നറിയാവോ? ദൈവം നല്ലത് തരുന്ന ദൈവമാണ്. ദൈവം നിനക്ക് തരുന്നത് പഴയത് പൊടി പിടിച്ചതും പൊട്ടു പിടിച്ചതും അല്ല. പഴയത് അതെനിക്കിരിക്കട്ടെ, അങ്ങനെ ദൈവം എനിക്ക് തരുന്നത് നല്ലതാണ്. ഇന്ന് പ്രാർത്ഥിച്ചു വിടുന്ന് പോകുമ്പോൾ ആ നല്ല കാര്യം ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞു, ദൈവം എനിക്ക് ഇന്ന നല്ല അനുഗ്രഹത്തെ എനിക്ക് നൽകി. അവിടെ വാക്ക് ശ്രദ്ധിച്ചോ, നല്ലത് സൂക്ഷിച്ചു വെച്ചു എന്ന്. ദൈവത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നല്ലത് തൻ്റെ മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കും. അവൻ എന്നാണോ ദൈവത്തിലേക്ക് അടുത്തു വരുന്നത്, അത് അവനൊരു സമ്മാനമായി അവൻ്റെ കയ്യിലേ അത് കിട്ടും. ഹല്ലേലൂയ. നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഓർക്കും, ഇന്നില്ലാത്തതിനെ ഓർത്ത് വിഷമിക്കണ്ട, ഇന്നില്ലാത്തതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. അതേ സ്ഥാനത്ത് തേൻ പോലെ മധുരിക്കുന്നൊരു നല്ലത് അവിടെ വരും. തേൻ പോലെ മധുരിക്കുന്നത്, തേൻ പോലെ മധുരിക്കുന്ന നല്ലൊരു അനുഭവം. ഒരു കാര്യത്തിലും പുറകോട്ട് പോകണ്ട. ദൈവത്തിലാണ് ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്നെങ്കിൽ ഹൈ പവർ ടർബോ എഞ്ചിനുള്ള പോലെ മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ ദൈവസഹായവും കിട്ടുവാൻ ഒരു നിമിഷം കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. സാംസൺ, അതിനു മുമ്പൊരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം. യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു എന്ന്. അല്ല, അതെങ്ങനെയാ സംഭവിച്ചത്? അത് മറക്കരുത്. അവർ അതീവ താല്പര്യത്തോടെ വചനത്തെ സ്വീകരിച്ചു. അവർ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ വേദപുസ്തകം തിരിച്ചും മറിച്ചും താളുകൾ മറിച്ച് പരിശോധിച്ചു കൊണ്ടിരുന്നു. ഇത് സത്യമാണോ എന്ന് പരിശോധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചവരും കൈകാര്യം ചെയ്തവരും ജീവിതത്തിൽ എങ്ങും എത്താതെ പോയി നല്ല എഴുതിയിരിക്കുന്നത്. പരാജയപ്പെട്ട് തുന്നം പാടി നല്ല എഴുതിയിരിക്കുന്നത് അവർ തെസ്സലോനിക്കായിൽ ഉള്ളവരെക്കാൾ ബഹുമാന്യരായി മാറി, അവരെക്കാൾ മിടുക്കരായി മാറിയതിന്റെ റീസൺ ഉണ്ട്. അടുത്തൊരു കാര്യമാണ്, സാംസൺ ദൈവാനുഗ്രഹമുള്ളവൻ. സാംസൺ അവൻ്റെ ലൈഫിലെ ഏറ്റവും ആഗ്രഹത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് സിംഹം ചാടി വരുന്നത്. ഇതുപോലെ പ്രിയരെ, നമ്മൾ ഓരോ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാണ് ഓരോന്നും ചാടി വരുന്നത്. ഓരോന്നും പ്രശ്നങ്ങൾ നമ്മളെ വലിച്ച് ഈറാനാ വരുന്നത്, നമ്മളെ ഇല്ലാതാക്കാനാ വരുന്നത്, നമ്മുടെ ഭാവിയെ തകർത്ത് കളയാനാ വരുന്നത്. പക്ഷെ സാംസൺ അനുഗ്രഹമുള്ളത് കൊണ്ട്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹൈ പവർ ടർബോ എഞ്ചിൻ ഉള്ളതുപോലെ ദൈവത്തിന്റെ ശക്തിയുള്ളവനായതുകൊണ്ട് അതിനെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ, അതിനകത്തൊരു വാക്കുണ്ട്, ആയുധം കൂടാതെ എന്ന്. ഒരു കത്തിയോ കറുക്കത്തിയോ പോലും കൂടാതെ, അത് ആയുധം കൂടാതെ അതിനെ ചിന്തിക്കളഞ്ഞു. അല്ല, സാംസൺ എവിടുന്ന് കിട്ടി ഈ ശക്തി? അത് ദൈവത്തിൽ നിന്ന് കിട്ടിയ ഹൈ പവർ ശക്തിയാണ്. ഇത് ഈ വചനം കേൾക്കുന്ന ഓരോ അമ്മമാർക്കും അപ്പച്ചന്മാർക്കും യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ആരായിരുന്നാലും ഈ ശക്തിയോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല വീഞ്ഞ് ആ കല്യാണ വീട്ടിൽ വന്നതുപോലെ നല്ലത് വെളിപ്പെട്ടു വരും കേട്ടോ. നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരും കേട്ടോ. നല്ല വീഞ്ഞ്, നല്ല വീഞ്ഞ്, നല്ല ജീവിതം, നല്ല ഭാവി, നല്ല ആരോഗ്യം, നല്ല കുടുംബം, നല്ലത് 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 ദൈവം എനിക്ക് തരും, ദൈവം എനിക്ക് തരും, ദൈവം എനിക്ക് തരും. ഒന്നും കൂടെ പാടുവാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നെ, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ എന്തു ചെയ്തു പോകും? നന്ദിയാൽ പാടുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ
സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ അടുത്ത വാക്ക് ഭയങ്കരമാണ്. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ആമേൻ. എല്ലാവരും നന്ദിയോടെ ഓർത്ത് തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ അടുത്ത വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ദൂരെ നിന്ന് വന്നവർക്കത് സാധ്യമായിരിക്കത്തില്ല, എങ്കിലും ഒരു അറിയിപ്പായിട്ട് പറയുകയാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥനയോടെ പേന വെഞ്ചരിച്ച് ഇവിടെ നിന്ന് തന്നെ പേന മേടിച്ച് അത് വെഞ്ചരിച്ച് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി അത് കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് മറ്റൊരു അനുഗ്രഹത്തിന് കാരണമാകും. ഇന്ന് കേട്ട വചനത്തെ ചേർത്ത് പിടിച്ച് ഏറെ പ്രാർത്ഥനയോടെ നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി മേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. ആരാധന ആരാധന രാജാതി രാജാവിന് ആരാധന. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. ആരാധന ആരാധന രാജാതി രാജാവിന് ആരാധന. അവൻ വിടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ വിടുവിപ്പാൻ ശക്തൻ, ആരാധിപ്പാൻ യോഗ്യൻ, എന്നേക്കും വാഴും പരമോന്നതൻ. അവൻ സർവശക്തനാകും രാജാതിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരന ദൈവം. അവൻ സർവശക്തനാകും രാജാതിരാജൻ, അത്ഭുതത്തിൻ ദൈവം, വീരന ദൈവം. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. ആരാധന ആരാധന രാജാതി രാജാവിന് ആരാധന. ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ചെങ്കടൽ പിളർന്നു എന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. ചെങ്കടൽ പിളർന്നു എന്നും വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. ഓ മേഘത്തൂണായി തണല അഗ്നിസ്തംഭം കാവലായി നടത്തിയിടും നാഥന് ആരാധന. മേഘത്തൂണായി തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിയിടും നാഥന് ആരാധന. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. ആരാധന ആരാധന രാജാതി രാജാവിന് ആരാധന. ആരാധന ആരാധന യാക്കോബിൻ വല്ലഭന് ആരാധന. ആരാധന ആരാധന രാജാതി രാജാവിന് ആരാധന. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വിവിധ ആവശ്യങ്ങളോടുകൂടെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. എത്രയോ സാക്ഷ്യങ്ങളാണ് വചനപ്രഘോഷ ആ ഒരു സമയത്തിന് അത്രയും തന്നെ സമയമെടുത്തു സാക്ഷ്യം പറയാനും. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനയെ ദൈവം അംഗീകരിക്കുന്നു എന്നാണ്.
നമ്മളെ ദൈവം കാണുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഓരോ സാക്ഷ്യങ്ങളും. നന്ദിയോടെ ഒരു നിമിഷം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന് വന്നവരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്നവരുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സ്, വൈദികർ, സമർപ്പിതർ, മറ്റ് ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ ചെയ്യുന്നവർ, ഈ ആലയത്തിലെ പ്രിയപ്പെട്ടവരായ ശുശ്രൂഷകൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ആ സമയം തന്നെ നിങ്ങളുടെ തിരിച്ചുള്ള യാത്രകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്രയോ കഷ്ടപ്പാടും ത്യാഗവും ഉറക്കം ഇല്ലാത്ത അവസ്ഥയിലൊക്കെ യാത്ര ചെയ്തൊക്കെയാണ് വന്നത്. തിരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഒരു അപകടമോ പരിക്കുകളോ ഇല്ലാതെ സുഖസമൃദ്ധമായി യാത്ര ചെയ്യാൻ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ. നിങ്ങൾ ചെന്നു കയറുമ്പോൾ നിങ്ങളൊരു സാക്ഷ്യത്തെ കേൾക്കുവാൻ ഇടയാകത്തക്ക വിധം ഒരു അനുഗ്രഹം ഉണ്ടാകും. ഇങ്ങനെയൊന്ന് വിശ്വാസത്തോടെ ഉള്ളിൽ പറഞ്ഞ് എനിക്കൊരു നന്മയുണ്ടാകും, എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു നന്മയെ വരുത്തും, ഒരു നന്മ എൻ്റെ ജീവിതത്തിലുണ്ട്, ഒരു പുതിയ വഴി എൻ്റെ ജീവിതത്തിൽ ദൈവം തുറന്നു തരും. അത് വിശ്വസിച്ച് ഇപ്പോൾ ഈ നിയോഗത്തിലുള്ളവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച്. ഒരുപാട് രോഗികൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രോഗികളായിട്ടുള്ളവർ, ചില രോഗികളായിട്ടുള്ള സാഹചര്യത്തിൽ കഴിയുന്നവർ പ്രാർത്ഥന ചോദിച്ച് ഇന്നലകളിലും ഇന്നും ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെയും ഓർക്കുന്നു. ശിരസ് മുതൽ പാദം വരെ ശരീരത്തിൻ്റെ അകവും പുറവും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശരീരത്തിൻ്റെ അകത്ത് യേശുവേ അങ്ങയുടെ സൗഖ്യത്തെ ഇപ്പോൾ വെളിപ്പെടുത്തണമേ. അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ആ സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത്, രോഗമുള്ള വ്യക്തികളിൽ സൗഖ്യമായത് വ്യാപരിക്കണം, ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തുണ്ടായ ചില മുഴകളെ ഓർത്ത്, അത് രോഗപീഠകളെ ഓർത്ത്, ട്യൂമറിനെ ഓർത്ത് ഭാരപ്പെടുന്നവർ, ചികിത്സയിലായിരിക്കുന്നവർ, ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവർ ദൈവമേ ഇപ്പോൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ആ രോഗത്തിന്റെ മേൽ അത്ഭുത വിടുതലായി സൗഖ്യമായി അത് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശരീരത്തിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ശരീര വേദനയുള്ള ഒരു ഭാഗമാണോ? ശരീരത്തിനകത്ത് വേദന, നടുവിൻ്റെ വേദന, ചെവിയുടെ വേദന, വിട്ടുമാറാത്ത തലവേദന, അലർജിയുടെ പ്രശ്നങ്ങൾ, ശരീരത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, നടക്കുമ്പോൾ നീര് വെക്കുന്ന അവസ്ഥ, ശരീരത്തിനുണ്ടാകുന്ന ചില നീരുകൾ, അതെല്ലാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് നമ്മളിപ്പോൾ മരുന്നിനേക്കാൾ കൂടുതൽ യേശുവിൻ്റെ നാമത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുകയാണ്. മരുന്നോ ലേപനമോ അല്ല, കർത്താവേ നാമത്തിന്റെ ശക്തിയാണ് അവരെ സൗഖ്യമാക്കുന്നത്. കർത്താവ് ഇപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് സൗഖ്യം വ്യാപരിക്കണം. ആ രോഗമുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ച് പറഞ്ഞ് കർത്താവേ എൻ്റെ കരങ്ങൾ ദൈവ കരങ്ങളായി മാറുമ്പോൾ ദൈവം എൻ്റെ ശരീരത്തേക്ക് അങ്ങയുടെ സൗഖ്യത്തെ പകരണമേ. സൗഖ്യം സംഭവിക്കണമേ. ഒരു ഓപ്പറേഷനും കൂടാതെ സൗഖ്യമായത് മാറണമേ. എൻ്റെ കുഞ്ഞുങ്ങളിൽ സൗഖ്യമായത് മാറണമേ. എൻ്റെ ജീവിത പങ്കാളിയുടെ അസുഖത്തെ മാറ്റണമേ. ഒരു സൗഖ്യം സംഭവിക്കട്ടെ, ഒരു സൗഖ്യം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. വയറിനകത്തുള്ള ചില പ്രശ്നങ്ങളുള്ളവർ പ്രാർത്ഥിക്കട്ടെ. വയറിനകത്ത് ഹാർട്ടിന്റെ ചില പ്രശ്നങ്ങൾ, കിഡ്നിയുടെ ചില പ്രശ്നങ്ങൾ, കുടലിന്റെ ചില പ്രശ്നങ്ങൾ, അതെല്ലാം ഇപ്പോൾ പ്രാർത്ഥനയിൽ വയ്ക്കുന്നു. ഇപ്പോൾ വലിയ പാൻക്രിയാസിലെ ചില പ്രശ്നങ്ങൾ, ഷുഗർ കൂടിയതിന്റെ ചില പ്രയാസങ്ങൾ, ഇതെല്ലാം നട്ടല് ബൾജാകുന്ന അവസ്ഥയുള്ളവർ, നട്ടലിനുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവർ, വിവിധ തരങ്ങളിൽ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവരിലേക്ക് എല്ലാ ശുശ്രൂഷകരും പ്രാർത്ഥിച്ച് സൗഖ്യമായത് വരട്ടെ, സൗഖ്യമായത് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരോർത്തെ, ജോലിയും പഠനവുമായി ബന്ധപ്പെട്ട വിഷയം, ജോലിയും പഠനവുമായി എത്രയോ നാളായി പഠിച്ചു, പക്ഷെ ഒരു ജോലി ലഭിക്കാത്ത സാഹചര്യം, എവിടെ ഇന്റർവ്യൂവിന് പോയാലും വാതിൽ അടയുന്ന അവസ്ഥ, പരിത്യക്തനാകുന്ന അവസ്ഥ, ഒഴിവാക്കുന്ന അവസ്ഥ, ജോലിയുടെ കാര്യം എന്നറിയത്തില്ല, ശരിയാകുന്നില്ല, അലഞ്ഞു മടുത്തു. ഇങ്ങനെ പ്രാർത്ഥിച്ച് ജോലിയുടെ മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വഴി തുറക്കാൻ ഇടയാകട്ടെ. പഠനത്തിന്റെ മേഖലകളിൽ ഒരു വഴി തുറക്കാൻ ഇടയാകട്ടെ. ഇവിടെയുള്ള മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് പഠിക്കുന്നില്ല, മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുതൽ
കൂടുതലാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിന്റെ ഒരു ശക്തി വ്യാപരിക്കാൻ ഇടവരട്ടെ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ ഇടവരട്ടെ. ദൈവത്തിന്റെ ശക്തി അവരിൽ വരാൻ ഇടയാകട്ടെ. തലമുറകളിൽ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. മിടുക്കരാകാനുള്ള ഭാഗ്യം അവരിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ചില വഴികളെ ദൈവം തുറന്നു കിട്ടും. സാമ്പത്തിക പ്രശ്നത്തിൽപ്പെട്ട് കടബാധ്യതയുടെ, അതായത് വലിയ ചുഴിയിൽപ്പെട്ടതുപോലെ, കൊടുങ്കാറ്റിൽപ്പെട്ടതുപോലെ, ഒഴുക്കിൽപ്പെട്ടതുപോലെ കടബാധ്യതയുടെ വലിയ പ്രശ്നത്തിൽ പെട്ടുകിടക്കുന്നവരുണ്ട്. ഒഴുക്കിന് തൊഴുകുന്നത് പോലെ ആ പ്രശ്നത്തിൽ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര നാളാണ് അങ്ങനെ വലിയ ടെൻഷനോടെ ഇരിക്കുന്നവർ? ഇപ്പോൾ നിങ്ങളുടെ ആ സാമ്പത്തിക പ്രശ്നത്തെ മനസ്സിലൊരു നിയോഗമായി വെച്ച് ആ നിയോഗത്തിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആ സാമ്പത്തിക പ്രശ്നത്തിന്റെ സകല കെട്ടുകൾ മാറണം. ആ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു വഴി ദൈവം തുറക്കണം. ഒരു മാർഗം അവിടെ ഉണ്ടാകണം. ആ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, ആ സ്ഥലം വിറ്റ കടം വീട്ടാൻ ആഗ്രഹിക്കുന്നവർ, ഒരു വീടും സ്ഥലവും മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ലോണിന് വേണ്ടി ഓടി നടക്കുന്നവർ, ഒരു ലോൺ ശരിയാകാൻ ഒത്തിരി ബാങ്കുകളിൽ കയറിയിറങ്ങി നടക്കുന്നവർ, പലരുടെയും സഹായം ചോദിക്കുന്നവർ, കർത്താവേ സാമ്പത്തികത്തിന്റെ മേൽ വലിയൊരു വിടുതൽ ഇപ്പോൾ നടക്കണം. എല്ലാവരും പ്രാർത്ഥിച്ച് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സാമ്പത്തികമില്ല, അവരെ പഠിപ്പിക്കാൻ സാമ്പത്തികമില്ല, അവരെ ആ രാജ്യത്ത് വിടാൻ സാമ്പത്തികമില്ല, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവം വഴി തുറക്കുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കിട്ടാനുള്ള പണത്തെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഒത്തിരി പൈസ കൊടുത്തു, അത് കിട്ടുന്നില്ല. ഇപ്പോൾ അവർ ഒരവധി പറഞ്ഞു, രണ്ടവധി പറഞ്ഞു, മൂന്നവധി പറഞ്ഞു. അതിൽ അവർ കളവ് കാണിക്കുന്നു, ചതിവ് കാണിക്കുന്നു. കിട്ടാൻ കൊടുത്ത പണം ചതിയിൽപ്പെട്ടതുപോലെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിനകത്ത് ചില അത്ഭുത വഴികളെ തുറക്കണമേ. ഇവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ സ്വർണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, നഷ്ടത്തെ ഓർത്ത് സമ്പത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, നഷ്ടപ്പെട്ട കുടുംബ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് ഒത്തൊരുമയുള്ള ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഒത്തൊരുമയുള്ള ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്. എന്തിനും ഏതിനും വഴക്ക്, ഒന്ന് പറയുമ്പോൾ 10 പറയുന്ന അവസ്ഥ. എന്തിനും പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകുന്നു, പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു പോകുന്നു. ചില നിമിഷങ്ങളിൽ തകർന്നു പോകുന്നു. കുടുംബ ബന്ധങ്ങളിൽ അകലച്ചകൾ ഉണ്ടാകുന്ന സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കുടുംബത്തിനകത്തുള്ള അകലച്ചകൾ മാറട്ടെ. സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ കൂട്ടായ്മ വർദ്ധിച്ചു വരട്ടെ. കുടുംബത്തിനകത്ത് സ്നേഹം വർദ്ധിക്കണം. കുഞ്ഞുങ്ങളിൽ സ്നേഹം വർദ്ധിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിച്ച വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, പാസ്പോർട്ടുമായി കൊണ്ടുവന്നിട്ടുള്ളവർ, വിസ പ്രശ്നങ്ങൾ, വിസ തടസ്സപ്പെട്ടു പോകുന്നു, പോകാൻ പറ്റുന്നില്ല, വിസ റിജക്ഷൻ ആകുന്നു, അത് ശരിയാ, പേപ്പർ വർക്കുകൾ റെഡിയാകുന്നില്ല, PR ശരിയാകുന്നില്ല, ആ രാജ്യത്ത് മുന്നോട്ടിനി ജോലിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പ്രശ്നത്തിലുള്ളവർ പ്രാർത്ഥിക്കുന്നവരെ മനസ്സിൽ കണ്ടുകൊണ്ട് കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ அதை സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇതിനകത്ത് ഞാൻ ഒരു അത്ഭുതത്തെ കാണുമെന്ന് പറ. ഇതിനകത്ത് ഞാൻ ദൈവപ്രവൃത്തി കാണുമെന്ന് പറ. ഇതിനകത്ത് ഞാൻ ഒരു അത്ഭുതം കാണുമെന്ന് പറ. ഇതിനകത്ത് തേൻ പോലെ മധുരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. എന്റെ കുഞ്ഞുങ്ങൾ ഇതിലൂടെ രക്ഷപ്പെടുമെന്ന് പറ. എന്റെ കുടുംബത്തിനകത്ത് ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി മക്കൾ വഴിതെറ്റിപ്പോയ സാഹചര്യത്തിലുള്ള മാതാപിതാക്കളുണ്ടോ? മക്കൾ വഴിതെറ്റിപ്പോയി തെറ്റായൊരു ബന്ധത്തിൽ ചെന്ന് പെട്ട് നിൽക്കുന്നു. ഇനി അങ്ങോട്ടും മേലെ ഇങ്ങോട്ടും മേലാത്തൊരു അവസ്ഥ നിൽക്കുന്നു. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. വഴിതെറ്റിപ്പോയ മക്കൾ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിക്കും അടിമയായി പോയ സാഹചര്യം, അവരുടെ ഭാവി ആരോഗ്യം തകർത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ അവരെ മനസ്സിൽ കണ്ട് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ച്, നിയോഗം എഴുതി വെച്ച് പറഞ്ഞ്, കർത്താവേ, ഞാൻ എഴുതി വെച്ച് ഈ ആലയത്തിൽ 1000കണക്കിന് നിയോഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം അവരെ തൊടണമേ. സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കാനായിലെ കല്യാണ വീട്ടിൽ നല്ല വീഞ്ഞ് യേശുവിൻ്റെ അത്ഭുതമായി അവിടെ വെളിപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ജീവിതം എനിക്ക് തരണമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ആരോഗ്യം വേണമെന്ന് പറഞ്ഞു. ദൈവമേ, എനിക്ക് നല്ലൊരു ജീവിതം വേണം, നല്ലൊരു കുടുംബം വേണം. നിന്റെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ദൈവം പരിഹരിക്കും. അത് പ്രത്യേകമായി നല്ല രീതി, നല്ലത് തരുന്ന ദൈവം, നന്മ തരുന്ന ദൈവം, അനുഗ്രഹം തരുന്ന ദൈവം. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് നമ്മൾ തുടർന്ന് നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നിമിഷം
നിയോഗത്തിൽ സമർപ്പിക്കുന്നവരുടെ പേരുകളൊന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പേരുകളില്ലാത്തതിൻ്റെ പേരിൽ ആരും വിഷമിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിച്ച് അതിനുശേഷം ദിവികാരുടെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് പേരുകളുടെ പേരുകൾ നിയോഗത്തോടെ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകളടച്ച് ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൽ കാണാൻ പറ്റുമോ? പ്രാർത്ഥിക്കുന്ന കാര്യം ജീവിതത്തിൽ വരുന്നത് വിശ്വാസത്തിൽ കാണാൻ പറ്റുമോ? യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യരായി തീർന്നു. കാരണം അവർ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചു. അവർ പ്രസംഗിച്ചത് ശരിയാണോ എന്ന് സത്യസന്ധമായി അവർ വചനത്തിലൂടെ പരിശോധിച്ചു. അതവരെ മെച്ചമുള്ളവരാക്കി മാറ്റി. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഞാനൊരു സാക്ഷ്യത്തെ വിളിച്ചു പറയും. എൻ്റെ ഈ ആലയത്തിൽ ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ വന്ന് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യത്തെ പറയാൻ എൻ്റെ ദൈവം ഇടയാക്കും. ഇന്ന് ഞാൻ വന്നത് സത്യമാണെങ്കിൽ ഇനി വരുമ്പോൾ എൻ്റെ ഒരു സാക്ഷ്യത്തെ ഞാൻ വിളിച്ചു പറയും. എത്ര മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത വിധം എത്ര ദൈവപ്രവർത്തികളാണ് ദൈവം ചെയ്യുന്നത്. ദൈവം വലിയവനാണ്. ശക്തമായ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ശുശ്രൂഷകരെല്ലാം ഈ ജനത്തിന്റെ നേരെ കൈ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പറയണം. അനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആഷിഖിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അക്ഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജെയിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബെന്നിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റബേക്കയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണദാസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിനയിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അൽഫോൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്കറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദിനീഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മെർലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൽസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോബിറ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രദീപിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സണ്ണിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിജുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോർജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചിഞ്ചു ജേക്കബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തേജസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റോസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസി ജോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗീതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൂരജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇയായെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇജിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സീമയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇലുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അലനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൽബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമൽക്കെ ദേവദാസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആർഷപ്പോളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബേസിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുനിഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ദീപിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിനവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മോനിഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒലീവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മർത്തയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷീലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോഹാനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷേർലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിയോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അലോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലഡോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്മിതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലേഖിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബേസിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അന്നക്കുട്ടിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗോഡ്വിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡാർവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോൺസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷെയ്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിൽസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മിനി ജോസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നളിനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനൽറ്റോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മിഥുനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോമോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോഫിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലയാണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആശയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്തുക്കുട്ടിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷിനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുഗന്ധിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മിനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓക്സിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അരുണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാറോഡിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിജുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റോസിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സനലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനീഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വപ്നയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൂസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിജി മോളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൽമാനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിന്ധുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹെയ്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യോമാക്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റീത്തയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അലോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോയിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാറോണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഗസ്റ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീപയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഞ്ജുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നരേഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഡൊമിനിക്കിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റഷ്യാമെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സിംസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആൽബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജാൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഐസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പാടിയ പാട്ടിന്റെ തുടർന്നുള്ള 4 ലൈൻ നമ്മളൊന്ന് യോഗത്തിൽ സമർപ്പിച്ച് പാടുകയാണ്.
വേളാങ്കണ്ണി മാതാവിനോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധയോടെ കേട്ട് ഈ നിയോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നമ്മൾ ദിവികാരുടെ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ശുശ്രൂഷകർ, അതിനുള്ള ക്രമീകരണങ്ങൾ ഏറ്റവും മുമ്പിൽ നിന്നിട്ട് തന്നെ തുടങ്ങുക, അതിനൊരു ഏകീകരണം വരുത്തുക. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആ കസേരകളൊക്കെ ഒന്ന് അടുക്കി സൈഡിലേക്കൊന്ന് വേഗത്തിൽ വയ്ക്കാമോ? അപ്പോൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കിട്ടും. കസേരകളൊന്ന് അടുക്കി വേഗത്തിൽ സൈഡിലേക്കൊന്ന് വയ്ക്കാമോ? എന്നിട്ട് നിങ്ങൾ ആ ദിവികാരുടെ പ്രദക്ഷിണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ദൈവം നമ്മളെ ശക്തമായി അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇടപെടുന്നൊരു സമയമാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നൊരു സമയമാണ്. ശുശ്രൂഷകരെല്ലാവരും അത് ബെന്നിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ആ തങ്കച്ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നടുക്കൂടി ഒരു വരി വിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കസേരകൾ അടുക്കി തീരെ ഇരിക്കാൻ വേണം. കസേര വേണ്ടവർ സൈഡിൽ കസേരകളായിട്ട് ഇരിക്കുക. അല്ലാത്തവർ പുറത്തു നിൽക്കുന്നവർ സാധിക്കുന്നവർക്ക് അകത്തേക്ക് വരാം. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആ നിയോഗത്തെ സമർപ്പിച്ച് നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. കരങ്ങൾ ഉയർത്തി നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിമിഷം എല്ലാ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് പരിശുദ്ധ കുർബാന എടുത്ത് പ്രിയപ്പെട്ട സോദരച്ച് വരുമ്പോൾ ആ നിയോഗ കൊന്തയുണ്ടെങ്കിൽ കരങ്ങളിൽ എടുത്ത് പിടിച്ച് നിയോഗത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു എനിക്ക് സാധിച്ചു തന്നെ അനുഗ്രഹിക്കണമേ. എന്റെ എന്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തന്നെ അനുഗ്രഹിക്കണമേ. എന്റെ എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ സ്വീകരിച്ച് സാധിച്ചു തന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുന്നു. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകട്ടെ. നിങ്ങളൊരു സാക്ഷ്യം പറയാൻ ഇടയാകത്തക്ക ദൈവ പ്രവർത്തികൾ ഇവിടെ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കുന്നത് അനുഭവിക്കട്ടെ. വിശ്വാസത്തോടെ പാടാം. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ
അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ നിയോഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിന്ധുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, റീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, റീത്തയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഡൊമിനിക്കിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മേഘ തോമസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ക്രിസ്റ്റോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജിൻസുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബിനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രിൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അലീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ശ്രുതിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യാനി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജാക്സനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മേരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദിവ്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജോമോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജിനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബേബി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനാമികയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മോളി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജിയോയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജോസഫിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജോളി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജെനിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജൂബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ശീബയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഈസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബേസിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്നേഹയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജിനോളി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജോസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രിൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സിബിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, തോമസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിമോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളെ ഉയർത്തി ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് ചേർന്ന് പാടാം. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. ഒരിക്കൽ കൂടി രണ്ടു കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഈ സമയത്ത് എൻ്റെ ഏറ്റവും ആവശ്യമുള്ള ഈ കാര്യം, എൻ്റെ ദൈവം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ കാര്യം അത് മനസ്സിൽ കണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ കാനായിലെ കുടുംബത്തിൽ നല്ല വീഞ്ഞ് യേശുവിന്റെ കരങ്ങളിലൂടെ വെളിപ്പെട്ടു വന്നതുപോലെ നല്ല ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. നല്ല ഒരു മാറ്റം എൻ്റെ കുടുംബത്തിൽ നടക്കണമേ. നല്ലൊരു മക്കൾ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടാകണമേ. നല്ല രീതിയിൽ അനുഗ്രഹത്തിന്റെ വളർച്ചകൾ ഉണ്ടാകണമേ. നല്ലൊരു നന്മ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. വിശ്വാസത്തോടെ ഒന്ന് എല്ലാവരും സ്തുതിച്ചു നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ.
നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ പ്രാർത്ഥന കേൾക്കണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരമരുളണമേ. കരങ്ങളും ഉയർത്തി സ്തുതിച്ചു കണ്ണുകളെ ഒന്നടച്ച് ഈ സമയം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ സമയം എല്ലാ നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായൊരു നല്ല വീടിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അതിന് ഉത്തരം കർത്താവ് സന്ദേശമായിട്ട് നൽകുന്നു. കർത്താവെ അനുഗ്രഹിക്കണം. പഠിച്ച് മുന്നോട്ട് പോയി ഒരു ജോലിയില്ലാതെ ജോലിക്ക് വേണ്ടി പല വിധത്തിൽ അലഞ്ഞു. പക്ഷെ അവിടെ എല്ലാം ഷട്ടറിട്ട് അടച്ച പോലെ, വാതിലടച്ച പോലെ, പൂട്ടിയിട്ട് താഴുപോലെ അതെല്ലാം അടഞ്ഞു കിടക്കുവാണ്. പക്ഷെ ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ആ വ്യക്തിക്ക് വേണ്ടി ചലിക്കുന്നതും ആ വ്യക്തി ഒരു നന്മ അനുഭവിക്കുമെന്നും കർത്താവ് സന്ദേശത്തെ നൽകുന്നു. ഹല്ലേലൂയ. ഒത്തിരി ദൂരെ താമസിക്കുന്ന, വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ താമസിക്കുന്ന ഒരാൾക്ക് വേണ്ടി, വീട്ടിലുള്ള പ്രിയപ്പെട്ട ഒരാളുടെ സമാധാനം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ആ ആള് വല്ല കടുങ്കയും വല്ലതും ചെയ്യുവോ? അതുകൊണ്ട് എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ആദ്യം ടെൻഷനാണ്. എന്തെങ്കിലും അബദ്ധം ചെയ്യുവോ, എന്തെങ്കിലും അപകടം സംഭവിക്കുവോ എന്ന് ചിന്തിക്കുന്നു. ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ കരത്തിലാണ് അവർ ഉള്ളത്. ദൈവത്തിന്റെ ഉള്ളം കരത്തിൽ എന്ന പോലെ ദൈവം അവരെ പൊതിയുന്നു. ഹല്ലേലൂയ. ഈ വിഷയം ദൈവത്തിന്റെ ശ്രദ്ധയിൽ അത് ഏറ്റെടുത്തിരിക്കുന്നതായി കർത്താവ് സന്ദേശം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കടബാധ്യത മാറി എനിക്കൊരു സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാകുമോ? ആ വിഷയത്തിനകത്ത് കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഒരു മാർഗം ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ ഇടവരുന്ന ഒരു സാഹചര്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു വാഹനത്തിന്റെ താക്കോലും ആ വാഹനം ഇതൊന്ന് വിറ്റായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആ വിഷയത്തിനകത്ത് ആ വ്യക്തിക്ക് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം ദൈവം ഒരുക്കി കൊടുത്ത് ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നതായി കർത്താവ് സന്ദേശം നൽകുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനത്തെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയുടെ കണ്ണുനീര് കർത്താവ് കാണുന്നു. ജീവിത പങ്കാളിയുടെ ആ ഒരു മാനസാന്തരമില്ലാത്ത ജീവിതവും പെരുമാറ്റവും പ്രവൃത്തിയും ആ കുടുംബത്തിന് വേദനയായി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവം ഇടപെട്ട് മാറ്റമുണ്ടാകുമെന്ന് പറയുന്നു. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ നിയോഗങ്ങളും ദൈവം ഏറ്റെടുക്കുന്ന സമയമാണ്. ഞാനിത് പറഞ്ഞതുകൊണ്ടല്ല ദൈവം ഇടപെടുന്നത് എന്നെനിക്കറിയാം. പക്ഷേ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഓരോ ആഴ്ചയും 50ഓളം ആളുകൾ സാക്ഷ്യം പറയണമെങ്കിൽ ദൈവം ഇടപെടാതെ നടക്കുകയില്ല. മനുഷ്യന്റെ ബുദ്ധിയിലോ ശക്തിയിലോ അത് നടക്കുകയില്ല. നിങ്ങൾ ഈ ആലയത്തിൽ നിയോഗത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതം അവിടെ നടക്കും. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ നടക്കും. ഒരു ദോഷവും നിനക്ക് വരത്തില്ല. പാസ്പോർട്ടുമായി കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ അതിനെ മുറുക്ക പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണെത്തിയെടുത്ത് നിന്റെ കാലെത്തുന്ന ഒരു സമയം വരും. കണ്ണെത്തിയെടുത്ത് കാലെത്തും എന്ന് പറഞ്ഞാൽ നീ മനസ്സിൽ കണ്ട സ്ഥലത്ത് നാളെ നീ ജീവിക്കാൻ തുടങ്ങും. ജീവിതം അനുഗ്രഹമാകാൻ തുടങ്ങും. യേശുവേ നന്ദി പറയുന്നു. ഒരു കുഞ്ഞിന്റെ അമിതമായ ഫോൺ ഉപയോഗം അത് പിടിച്ചു മേടിച്ച് വഴക്കുണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി ആ കുഞ്ഞ് അതിൽ നിന്ന് മാറി നല്ല വിജയമുണ്ടാകും, പഠിക്കുമെന്ന് കർത്താവ് സന്ദേശം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ എന്റെ വീടിന്റെ അകത്ത് കൂടോത്രം ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതാണോ ഈ തുടരെ ഉണ്ടാകുന്ന തകർച്ചകളുടെ കാരണം എന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ആ കുടുംബത്തെ യേശു വിശുദ്ധീകരിക്കുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്റെ മകന്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി
ഇതുപോലൊരു അനുഗ്രഹമുള്ളൊരു ഉത്തരം ആ മകന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തരുമെന്ന് കർത്താവ് സന്ദേശം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ നടുവിന്റെ വേദനയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞാനൊരു സാക്ഷ്യത്തെ പറഞ്ഞോളാം, എൻ്റെ ഈ വേദനയൊന്ന് മാറ്റിത്തരണം, എനിക്കൊരു സൗഖ്യം തരണമെന്ന് സ്വന്തം ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇപ്പോൾ ഒരു സൗഖ്യത്തെ ഒരുക്കുന്നു, ഒരു സൗഖ്യത്തെ ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പങ്കാളിയുടെ ഒരു ശരീരത്തിന്റെ അസ്വസ്ഥതയോർത്ത് ഭാരപ്പെടുന്ന ഒരു വ്യക്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അതൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ ആ മനുഷ്യന് സൗഖ്യം കൊടുത്തിരുന്നു, ദൈവത്തിന്റെ ഇടപെടൽ ആ വ്യക്തി അനുഭവിക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വെഞ്ചരിക്കാനായി കൊണ്ടുവന്ന വസ്തുക്കളൊന്നും എടുക്കാമോ? ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വെഞ്ചരിക്കാൻ കൊണ്ടുവന്ന വസ്തുക്കളെല്ലാം ഒന്ന് കൈകളിലെടുത്ത് ഈ സമയം വിശുദ്ധ ജലം തളിച്ച് ഈ സമൂഹത്തെ ഒന്ന് വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഒരുപാട് മെസ്സേജുകളുണ്ട്, ഒരുപാട് സന്ദേശങ്ങളുണ്ട്, ദൈവം ഇടപെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി പേരുടെ ജീവിതത്തെ ദൈവം ഏറ്റെടുത്തിട്ടുണ്ട്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ട സമയങ്ങളുണ്ട്, പരിശുദ്ധമ്മയുടെ മുമ്പിൽ തിരി കത്തിച്ചപ്പോൾ ദൈവം ഇടപെട്ട സാക്ഷ്യങ്ങളുണ്ട്, ഇന്നലെ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച സാക്ഷ്യങ്ങളുണ്ട്. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കുടുംബത്തിനകത്തൊരു വിടുതൽ നടന്നില്ലേ? ആ കുടുംബത്തിനകത്ത് ദൈവം പ്രവർത്തിച്ചില്ലേ? സാംസൺ ആ ആളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മയുണ്ടാകാനായി നടന്നു പോകുമ്പോഴാണ് മുന്തിരി തോട്ടത്തിൽ സിംഹം ചാടി വീണത്, അവനെ വലിച്ചു കീറാൻ ശ്രമിച്ചത്. ഇതുപോലെ കൈയെത്തുന്ന ദൂരത്ത് ചില നന്മകളുള്ളപ്പോൾ ചിലതൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നു, അത് വേരോടെ മാറണം. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാവുകയാണ്. ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളുകളിൽ സാക്ഷ്യത്തെ പറയാൻ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ജലം തളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതം ഇപ്പോൾ യേശുരുവാതിൽ തുറന്നാ കരമടിച്ചു ആർക്കും അടപ്പാനാവുകില്ല. യേശുരുവാതിൽ അടച്ചാ ആർക്കും തുറപ്പാനാവുകില്ല. യേശുരുവാതിൽ തുറന്നാ ആർക്കും അടപ്പാനാവുകില്ല. യേശുരുവാതിൽ അടച്ചാ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിൻ വാതിൽ അടച്ചിടുമേ. യേശുവൊരു വാതിൽ തുറന്നാ ആർക്കും അടപ്പാനാവുകില്ല. യേശുവൊരു വാതിൽ അടച്ചാ ആർക്കും തുറപ്പാനാവുകില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരു നിമിഷം ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ദൂരെ നിന്ന് വന്നവരെല്ലാവരും ഒരു നേർച്ച നേർന്നേ, എനിക്ക് ഈ അനുഗ്രഹയിൽ ദൈവം ഒരു വാതിൽ തുറന്നതിൻ്റെ ഒരു സാക്ഷ്യം പറയണം. ഈ ആലയം പ്രാധാന്യം കൊടുക്കുന്നത് പണത്തിനോ കെട്ടിടം പണിക്കോ ഒന്നുമല്ല, ദൈവ ശുശ്രൂഷയ്ക്കാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടൊരാൾ ദൈവം ആരാന്നറിയണം. ആ വചനത്തിലും ദൈവത്തിലും നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ മനസ്സിൽ പറ, ഞാനൊരു നന്മയെ അനുഭവിക്കും, എൻ്റെ ദൈവം തരുന്ന ഒരു നന്മ ഞാൻ ഇന്ന് അനുഭവിക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും, അതെൻ്റെ ഒരു സാക്ഷ്യമായിട്ട്. ഇത് വിശ്വാസത്തോടെ നമ്മൾ പറയുമ്പോൾ അത് ജീവിതത്തിൽ നടക്കും. ദൈവം അത്ഭുതങ്ങളുടെ രാജാവാണ്. എല്ലാവരോടും ഒരു കാര്യം ശ്രദ്ധയോടെ പറയുകയാണ്, നിങ്ങൾ ഈ ആലയത്തിൽ വരുന്ന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി എല്ലാ ദിവസവും ഒരാൾ ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ആലയത്തിലെ ഓരോ ശുശ്രൂഷകരും ആരൊക്കെയോ ഒരാൾ
എനിക്കറിയാം ആരാണെന്ന്. അതിലൊരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കും. ഇവിടെ എഴുതിയിട്ട ഓരോ നിയോഗവും അത്രയും വിലയുള്ളതായി കണ്ട് അത് ഏറ്റെടുത്ത് ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കും, ഇടമുറിയാതെ. അത് ഒന്നല്ല, 100 സാക്ഷ്യങ്ങൾക്ക് വഴി തെളിക്കും. ഹല്ലേലൂയ. നിങ്ങളും ഈ വയനാട്ടിലുള്ള ഞങ്ങളുടെ ഈ കുഞ്ഞ് പ്രാർത്ഥനാലയത്തിൽ വരാൻ മനസ്സ് കാണിച്ചതിന് ഒത്തിരി നന്ദി. തുടർന്ന് പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിക്കുമ്പോൾ അതിനുശേഷം നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് ഞങ്ങൾ വൈദികർ പ്രാർത്ഥിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ ദൈവത്തിൻ്റെ സഹായമായി ലഭിക്കട്ടെ. എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് ഈശോയുടെ നല്ല ആശീർവാദം. അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ